അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ജില്ലാ ആൾക്കാരെയും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം 500 പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ 129 പേരായിട്ടുണ്ട്. ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ആൾക്കാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ആൾക്കാർക്ക് ക്ലാസ് റെക്കോർഡ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നാമിന് നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഒരു ജില്ലയ്ക്ക് ഒരു ലിങ്ക് എടുക്കുവാണെങ്കിൽ 100 കൂടുതൽ ആൾക്കാരെ പറ്റില്ല. നമ്മൾ പാലിയേറ്റീവില് ഹോം കെയറിന് പോകുമ്പോഴൊക്കെ പീഡിയാട്രിക് കേസ് ഒത്തിരി കാണുന്നതാണ്. അപ്പൊ എങ്ങനെ അത് അഡ്രസ് ചെയ്യണം, എങ്ങനെ ആക്ച്വലി ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ആദ്യമായിട്ടൊക്കെ പാലിയേറ്റീവ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരായിരിക്കും. അപ്പം ഒരു ഓൺലൈൻ ക്ലാസ് ഇൻസഫിഷ്യന്റ് ആണെങ്കിലും കുറച്ചൊന്ന് നമുക്കൊരു ഐഡിയ കിട്ടാനും, മാത്രമല്ല അനിൽ സാർ അങ്ങനെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കേസ് പ്രസന്റേഷൻ ഒക്കെ ആയിട്ട് അനിൽ സാറിനെ വളരെ സന്തോഷത്തോടുകൂടി അതുപോലെ സ്നേഹത്തോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ മെഡിക്കൽ ഓഫീസേഴ്സിന്റെയും, ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കൽ ഓഫീസേഴ്സിന്റെയും വകുപ്പിന്റെയും പേരിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്മി ഡോക്ടർ എന്തെങ്കിലും പറയണോ? പറഞ്ഞോ. പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. അനിൽ സാർ, അപ്പം സ്വാഗതം. ക്ലാസ് തുടങ്ങാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു. സ്ക്രീൻ വിസിബിൾ ആണോ? അതെ അതെ അതെ. താങ്ക് യു. വെരി ഗുഡ് ഈവനിങ്. നമ്മൾക്ക് കേരളത്തിൽ ആണ് ഏറ്റവും ശക്തമായ ഒരു സർക്കാർ സംവിധാനത്തോടു കൂടി ആയുർവേദ മേഖലയിൽ നിന്നുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമായ ഒരു രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് എനിക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ പീഡിയാട്രിക് ഒരു പാലിയേറ്റീവ് കെയർ എന്നുള്ള ഒരു ടോപ്പിക്ക്, അതിൻ്റെ പ്രസക്തി എന്താണ്? സാധാരണ നമ്മുടെ അത് നമ്മൾക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, ഞാനിത് ഇംഗ്ലീഷിൽ മലയാളത്തിൽ വേണമെന്നുള്ളതൊന്ന് പറയാവോ? ഏതിലായാലും ഓക്കെ. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഈ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ഒരു മാതൃകാപരമായ പ്രവർത്തന ശൈലിയാണ്. പക്ഷെ നമ്മൾ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന ഒരു ജെറിയാട്രിക് പോപ്പുലേഷൻ, അതല്ലെങ്കിൽ ഒരു മധ്യവയസ്സ് മുതൽ ഒരു ട്രോമ ഉണ്ടായിട്ട് പോകുന്ന ആൾക്കാർ, അങ്ങനെ തുടങ്ങി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ളവർ കാണുന്ന രോഗാവസ്ഥകൾ ജനിച്ചതിൻ്റെ അന്ന് മുതൽ പ്രശ്നങ്ങളോടുകൂടി അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഫോൺ കോളുകളിൽ തുടങ്ങി, കുഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഒരു പക്ഷേ ഒരു നിയോനേറ്റൽ ICUവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന മാർഗമധ്യേ ഉള്ള കൺസൾട്ടേഷൻസിൽ തുടങ്ങി, അതുമല്ലെങ്കിൽ വളർച്ചാ വൈകല്യങ്ങളുടെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ എൻ്റെ കുഞ്ഞെന്തേ ചിരിക്കാത്തത്, എൻ്റെ കുഞ്ഞെന്താ മുഖത്ത് നോക്കാത്തത് എന്നുള്ള ആശങ്കകളിൽ തുടങ്ങി നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. ചിലപ്പോൾ ജനിതകമായ വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾക്ക് ആദ്യ ദിവസം തന്നെ കുഞ്ഞിന് ഇങ്ങനെ ചില ഫീച്ചേഴ്സ് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആഘാതത്തിൽ തുടങ്ങി ഉള്ള പ്രശ്നങ്ങളെ ഉൾപ്പെടെ അഭിമുഖീകരിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഞങ്ങൾ ഈ ബാലചികിത്സകരായിട്ടുള്ളവർ. അപ്പോൾ ഇവിടെ പാലിയേറ്റീവിൻ്റെ ഡെഫിനിഷൻ ആയാലും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുവിധം നല്ല മികച്ച ഫാക്കൽറ്റീസ് അത് കവർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആയുർവേദത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുവാനാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. പലപ്പോഴും ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ നാട്ടിലെ കരുനാഗപ്പള്ളിയിൽ നിന്നൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്,
അനിലെ, നിന്നെ കാണാനായിട്ട് ഒരാള് കാത്തിരിക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അത് നിനക്ക് സൗകര്യപ്പെടുമെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് കാണും. ഞാൻ ചോദിച്ചു, എന്താണ് കേസ്? അതൊരു ബ്രെയിൻ ട്യൂമറാണ് അനിലെ എന്ന് പറഞ്ഞു. ഞാൻ എത്ര വയസ്സായ ആളാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് അതൊരു കുഞ്ഞാണ്, 4-4.5 വയസ്സ് പ്രായമുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ആ കുഞ്ഞിനെ യാത്ര ചെയ്യിക്കണ്ട, ഇത്രാം തീയതി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു കല്യാണത്തിൽ പങ്കെടുക്കുവാനായിട്ട്, അപ്പൊ അന്ന് ഞാൻ ആ കുഞ്ഞിനെ വന്ന് കണ്ടോളാം എന്ന് പറയുന്നു. അന്ന് ആ കല്യാണത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പങ്കെടുക്കുമ്പോൾ അതിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നിട്ട് ഞാൻ ആ കുഞ്ഞ് യാത്ര ചെയ്ത് വന്ന കാറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന അമ്മയും കുഞ്ഞും. അപ്പോ ആ കുഞ്ഞ്, ഞാൻ കയറി, ഡോർ അടച്ചിട്ടില്ല, ആ കുഞ്ഞിന്റെ സൈഡിൽ ഇരിക്കുമ്പോൾ ഞാൻ ആ വാവേനെ, എല്ലാ കുഞ്ഞു വാവുകളെയും എനിക്കിഷ്ടമാണ്, എന്തുണ്ട് വാവേ വിശേഷം എന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞു വായില് ഇങ്ങനെ അവൾ എൻ്റെ വലത് കൈയിലേക്ക് പിടിച്ചിട്ട് ആ കുഞ്ഞ് പറയുക, ഡോക്ടർ മാമ, എനിക്ക് വയ്യ, ഉം, എനിക്ക് വല്ലാത്ത തലവേദനയാണ്, എനിക്ക് വയ്യ, ആ കുഞ്ഞു കൈ ഇന്നും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ഓരോ മാലിഗ്നന്റ് കേസസും ഇതുപോലെ ഡയഗ്നോസ് ചെയ്തും ഒരുപക്ഷെ ഡയഗ്നോസ് ചെയ്യാതെ നമ്മളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നമ്മളൊരു CT സ്കാനിന് വിടുമ്പോൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥാവിശേഷം. അന്നേ ദിവസം ഞാൻ ആ കല്യാണ സ്ഥലത്ത് നിന്ന് ഈ കുഞ്ഞിന് വേണ്ടുന്ന ചെറിയ ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് തിരികെ പോരുകയാണ് ചെയ്തത്. എനിക്ക് ആ ചടങ്ങിലൊന്നും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായില്ല. അത്രമാത്രം വിഷമിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്നും അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞില്ല. കാരണം ആ യാത്രയിൽ അത് അവർക്കും കൂടെ കൂടുതൽ ആഘാതമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഒരു പ്രായമേറിയ ഒരാളിൽ ഉണ്ടാകുന്ന ഒരു മാലിഗ്നൻസി ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ തീവ്രമായ വേദന ആ ഒരു നാട് മുഴുവൻ, അരിനെല്ലൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങളും പ്രായഭേദമന്യേ വേദനിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഞാൻ കണ്ടത്. ഈ കുഞ്ഞു മാത്രമല്ല, ഈ കുഞ്ഞിനെ അനുഗമിച്ചുകൊണ്ട് പല വാഹനങ്ങളിലായിട്ട് ആ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാര് ഇതിനോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അതിനകത്ത് ഒരു സാധ്യതയുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിന്റെ റിപ്പോർട്ട്സ് എല്ലാം ആ കാറിനകത്തിരുന്ന് വായിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിന്റെ എല്ലാ സാധ്യതകളെയും നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് ഒരു പക്ഷേ നമ്മളുടെ ഒരു ഡിസീസ് ഡയഗ്നോസിസിന്റെ പെർസ്പെക്റ്റീവിൽ തുടങ്ങി അവർക്ക് കൊടുക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് നമുക്ക് ആയുർവേദത്തിൻ്റെതായ രീതിയിൽ പറയാവുന്ന ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നിടത്ത് വരെ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. അപ്പൊ ഇതിപ്പോ ഒരു കേസ് മാത്രം ഞാൻ പറഞ്ഞ, ഇതുപോലെയുള്ള ഡയഗ്നോസ് ചെയ്തിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് കുഞ്ഞിനൊരു ഛർദിയാണ്, നിർത്താതെ ഛർദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ ഫസ്റ്റ് ആയ ഒരു പെൺകുട്ടി, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്കൂളിലെ മിടുക്കിയായ ഒരു കുട്ടിയാണ്. അവൾക്ക് ഒരു അപ്രതീക്ഷിതമായി ഒരു ഛർദി ഉണ്ടാവുകയാണ്, നിലയ്ക്കാത്ത ഛർദിയാണ്. അങ്ങനെ പല പല ഇൻവെസ്റ്റിഗേഷൻ, മെഡിസിൻസ് ആദ്യം കൊടുക്കുന്നു, 2 ആഴ്ച കഴിഞ്ഞിട്ടും കുറയാതെ വരുന്നു, SIT-യിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ SIT-യിൽ വെച്ചിട്ട് അത് കൺഫേം ചെയ്യുവാണ്. അത് ഒരു ഹൈലി ബ്രാഞ്ചിങ് ആയിട്ട് ഒരു മരം പോലെ ബ്രാഞ്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞ് റാപ്പിഡ്ലി ഗ്രോയിങ് ഒരു ട്യൂമർ ആയിരുന്നു അത്. അപ്പോ ഇത് ക്ലിനിക്കൽ എക്സാമിനേഷനിൽ ഡൗട്ട് തോന്നിയിട്ടാണ് നമ്മൾ വീണ്ടും, അപ്പൊ ഈ കുട്ടിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. കുട്ടി ഈ ഒരു ചെയ്യാവിലംബിയായിരുന്ന കുട്ടി എണീറ്റിരുന്ന് ഭക്ഷണം കഞ്ഞി കോരി കുടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവ് സിഗ്നൽ ഒരു 48 മണിക്കൂറിനിടയിൽ ഉണ്ടായപ്പോൾ അപ്പോഴും എനിക്ക് തൃപ്തിയില്ല. പക്ഷെ രക്ഷിതാക്കൾക്ക് ഭയങ്കര ആകാംക്ഷയും ഒരു പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങൾ കുഞ്ഞിന്റെ തലച്ചോറിൽ ഉണ്ടാവുന്നു അവരറിഞ്ഞു വെച്ചിട്ടാണ് അവരത് പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ക്ലിനിക്കൽ എക്സാമിനേഷനൊക്കെ നടത്തി എനിക്കിതൊരു സ്ട്രോങ് ആയിട്ട് ഒരു സസ്പീഷൻ തോന്നിയത് കൊണ്ട് അന്ന് തന്നെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി മെട്രോ സ്കാൻസിൽ വിളിച്ചു പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ഒരു CT എടുത്തിട്ട് വരാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരമാണ് പോയത്. അടുത്ത ദിവസം രാവിലെ
ഒരു 9 മണി കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുമ്പോൾ അത് അതേപോലെ തന്നെ ഒരു ട്യൂമറാണെന്ന് കണ്ടെത്തുകയും ആ സമയത്ത് ഈ അച്ഛനും അമ്മയും വന്ന് എൻ്റെ അടുക്കൽ ക്ഷമ ചോദിക്കുകയാണ്. ഇത് ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷേ അത് മറച്ചു വെച്ചതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെയൊക്കെ പാലിയേറ്റീവിന്റെ, പക്ഷെ എനിക്ക് അവരെ വഴക്ക് പറയുവാനോ അവരോട് കൊമ്പ് കോർക്കുവാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മൾക്ക് ചെയ്യാവുന്ന സാധ്യതകളെ കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഈ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിൽ ചിൽഡ്രൻ ഹു ഡൈ ഇതൊരു വലിയ വിഷയമാണ്. കാരണം ഒരു പ്രായാധിക്യം എത്തിയിട്ട് ഒരു രോഗാതുരനായി കുറച്ചു കാലം കിടന്നിട്ടാണ് കടന്നു പോകുന്നതും ജനിക്കുന്ന ആ മാത്രയിൽ തന്നെ മരണത്തിന് വിധേയരാക്കുന്നതും ജനിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരണത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ളതുമായ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സാധ്യമായ ഒരു കാര്യമുണ്ടോ എന്നുള്ള അഭിപ്രായം ചോദിച്ചു വരുന്ന വിദ്യാസമ്പന്നരായ ഒരു സമൂഹം നമ്മുടെ മുന്നിൽ ഇന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നമുക്ക് ഈ പാലിയേറ്റീവിന്റെ കൺസെപ്റ്റിൽ ഒരു കേസും ഞാൻ നിഷേധിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. അവിടെ അവർ പറയുന്നതിനെ അതേ വികാരത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രത്തിന് എന്താണോ ചെയ്യാൻ പറ്റുക അതിന്റെ ആ അവസാന നിമിഷം വരെയും ആ കുഞ്ഞ് കംഫർട്ടബിളായി കടന്നു പോകാവുന്ന നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ള, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു നിലപാട് ഒരിക്കലും എടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല. പിന്നെയുള്ളത് ക്രോണിക് കോംപ്ലക്സ് കണ്ടീഷൻസ് ആണ്. അത് നമ്മൾ ഓരോരോ കേസസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. പിന്നെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളതും ലൈഫ് ലിമിറ്റിംഗ് ഡിസീസസ് ഉണ്ട്. ഈ ലൈഫ് ത്രെട്ടനിങ് ഡിസീസസിൽ ഏറ്റവും കൂടുതൽ ഒരു ചലഞ്ചായിട്ട് എനിക്ക് വന്നിട്ടുള്ള കേസസ് ഒന്ന് പിന്നെ വെസ്റ്റ് സിൻഡ്രോം, അല്ലെങ്കിൽ അതായത് അമിതമായ തോതിൽ അപസ്മാരം വരുന്ന കുട്ടികൾ. അവർ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഗുരുതരമായ അവസ്ഥയിലേക്ക് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ അപസ്മാരം തീവ്രമായ രീതിയിൽ വന്ന് ദിനം പ്രതി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലിനോക്സ് ജെസ്റ്റാട്ട് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന LGS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അപസ്മാരങ്ങൾ. ഇവിടെയൊക്കെ ഒരു പരിധിവരെ അതിന്റെ തീവ്രത കുറയ്ക്കുവാനും അതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുവാനും ഒക്കെ നമുക്ക് കഴിയാറുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ലൈഫ് ത്രെട്ടനിങ് ഒരു ലെവലുണ്ട്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ യാതൊരുവിധ ഒരു ആർഗ്യുമെന്റും നമ്മൾ നടത്താനും പാടില്ല. കാരണം ചില സിറ്റുവേഷൻസിന് നമ്മൾ അമിതമായ പ്രതീക്ഷകളും കൊടുക്കാതെ ഇരിക്കുക. ഇതൊരു വലിയ ലെസൺ ആണ്. ഈ 4 പോയിന്റുകൾ. അതുപോലെ ലൈഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. അത് നമുക്കറിയാം. ഒരു മസ്കുലാർ ഡിസ്ട്രോഫി വരുന്ന ഒരു കേസ്, അതിനെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയേക്കാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വ്യത്യാസമുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ്. പക്ഷെ പലപ്പോഴും പല പേഷ്യൻസും ആയുർവേദ ചികിത്സകളൊക്കെ എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു അമിതമായ ആവേശത്തോടു കൂടി ഡോക്ടർമാരത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ പറയുന്നതായിട്ടും ഒക്കെ നമുക്ക് പേഷ്യൻസിന്റെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജീവനാണ്, ആയുസാണ് എല്ലാവർക്കും ഏറ്റവും വലുത്. അപ്പോ നമ്മൾ എപ്പോഴും പറയുമല്ലോ, കാമയമാനേന ധർമാർത്ഥ സുഖസാധനം ആയുർവേദ ഉപദേശേഷു വിധേയ പരമാദരഹ. ഇതാണ് യഥാർത്ഥത്തില് ഈ ആയുസ്സിനെ ആഗ്രഹിക്കുന്നവർ, ഞാൻ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് ആയുസ് വലുതാണ്. അപ്പോ ധർമാർത്ഥ സുഖസാധകമായിട്ട് അത് എത്തിച്ചേരണമെങ്കിൽ അതെന്താണ്? ഉപദേശേഷു വിധേയ പരമാദര. ഒരു ഡോക്ടറുടെ പെർസ്പെക്റ്റീവിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ആദരവോടുകൂടി, പരമാദരവോടുകൂടി അതിന് വിധേയനായിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നതാണ്. അതെന്താണ്? അതൊരു ചികിത്സകന് മാത്രമല്ല, അതൊരു പാലിയേറ്റീവ് കെയറിൽ ഇറങ്ങുന്ന ആൾക്കുള്ള ദ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആയുസ്സിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ മെസ്സേജ് തന്നെയാണ്. അപ്പോൾ ഈ ആദരവ് എന്ന് പറയുന്നത് അത് വിത്ത് ഡ്യൂ റെസ്പെക്ട് ഗിവൻ ടു ദ സയൻസ്, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അതേ ബഹുമാനത്തോടുകൂടി ശാസ്ത്രബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അടുത്ത സ്ലൈഡിൽ. ഇതിൽ ഏറ്റവും പ്രധാനം പാലിയേറ്റീവ് കെയറിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫീഷ്യൻ്റ് ആണെന്ന്. ഒരിക്കലുമല്ല. എനിക്ക് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം ഈ ഓരോ പാലിയേറ്റീവ് കേസും
നമ്മൾക്ക് ഓരോ അനുഭവ പാഠങ്ങളാണ് സമ്മാനിക്കുക. അതില് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നോളജ് തന്നെയാണ്. അപ്പോൾ ഈ അപ്ഡേഷൻ ഓഫ് ദ നോളജ് അല്ലെങ്കിൽ അപ്ഡേഷൻ ഓഫ് ദ ഫാക്ട്സ് ഓർ ദ റിയാലിറ്റി ഇൻ ദ ഏരിയ ഓഫ് ദ ക്ലിനിക്കൽ എൻറ്റിറ്റി, അത് എന്താന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് നടത്തേണ്ട സിറ്റുവേഷൻസ് വരും. അതല്ല, നമ്മൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ആ മേഖലയിലുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നോളജ് അപ്ഡേഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മെൻഷൻഡ് ഇൻ ആയുർവേദ, that is an essential component. And the second one is skills, the practical application of the knowledge and understanding the management of life limiting conditions. ഇവിടെയും നമുക്ക് വളരെ ശ്രദ്ധ എന്ന് പറയുന്നത് വേണ്ടി വരും. കാരണം നമ്മൾ ബാലന്മാർ പൊതുവെ വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു ബോഡി നേച്ചർ ഉണ്ടാകും. അവർക്ക് ബലം അളവിൽ കുറവായിരിക്കും. അവരുടെ ചികിത്സയിൽ നമ്മൾ അഡൽട്സിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ലളിതമായ ചികിത്സാ രീതികൾ സ്വാംശീകരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പാലിയേറ്റീവ് കെയറിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആറ്റിറ്റ്യൂഡാണ്. അതായത് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണലിസം വെൻ ട്രീറ്റിംഗ് ഇൻഡിവിജ്വൽ ചിൽഡ്രൻ വിത്ത് ലൈഫ് ലിമിറ്റിംഗ് കണ്ടീഷൻസ് ആൻഡ് ദെയർ ഫാമിലീസ്. ഇതില് ഈ പലപ്പോഴും നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി നേഴ്സിന്റെ സഹായത്തോടു കൂടി പോകുമ്പോഴും അവര് ഒരു മോഡേൺ മെഡിസിൻ പെർവ്യൂവിലായിരിക്കും നമ്മൾ ഈ വിഷയങ്ങളെ കാണുന്നതെങ്കിൽ, വി ഹാവ് certain different pathway to analyze the case, to identify the dosha dushisa mochana or defining the samprapti. So these things are entirely different from that of a modern medicine. അവിടെ നമ്മൾക്ക് വേണ്ടുന്നത് നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടി നമ്മൾ ആരെ കൂടെ കൊണ്ടുവരണം, നമ്മുടെ ഈ കൂടെ പോകുന്ന പാലിയേറ്റീവ് ടീമിൽ പോകുന്നവരെ കൂടെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട്, ആൻഡ് ദിസ് ഈസ് ദ വേ ഓഫ് ആയുർവേദ വൈൽ പെർഫോമിങ് എ പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റി എന്നുള്ളൊരു മെസ്സേജ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റാം. അതിൽ ഈ 3 പോയിന്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. നോളജ് എൻഹാൻസ്മെന്റ്, സ്കിൽ എൻഹാൻസ്മെന്റ്, ദെൻ ചേഞ്ചിങ് ദ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറുടെ ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നു എന്നുള്ളതല്ല ഇവിടെ. ഇതിന്റെ മലയാള പരിഭാഷ എന്ന് വെച്ചാൽ സാന്ത്വന ചികിത്സ എന്ന് തന്നെയാണ്. അപ്പൊ സാന്ത്വനം എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനിൽ ഒരു പാലിയേറ്റീവ് കെയർ ഡോക്ടർ അത് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ അയാൾ അതുപോലെ കമ്പാഷനോട് കൂടി, അതുപോലുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി, ഇതിലെങ്ങും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് എന്നിലൂടെ ഈ ശാസ്ത്രത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്, what are the ways in which I can help this particular child for recovering from the illness or to lead the rest of the life with a better quality. So that should be there in the mind. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ that makes a huge difference. Even if the doctor is not confident in doing certain practical application also, if he has a good attitude towards the patient and towards the family and towards the society, definitely he or she can make a wonderful change in the palliative sector. So it can help patients regardless of age, gender, education, socioeconomic status. ഇതില് നമ്മൾക്ക് വരുന്നതില് ഒരു മെജോറിറ്റി ഓഫ് പീഡിയാട്രിക് കേസസും ഒരു ടെർമിനൽ സ്റ്റേജിലോട്ട് പോകാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും. അതല്ലെങ്കിൽ തന്നെ ചിലതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഡെത്ത് ഒരു ഇന്നെവിറ്റബിൾ ഫാക്ടറായിട്ട് വരുന്ന കേസസ് കാണുമ്പോൾ അവിടെയും നിന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ കടന്നുപോക്കിന് സാക്ഷിയാകാനും നമ്മൾ പലപ്പോഴും വിധേയരാകേണ്ടി വരും. അപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, ഒരു കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ടേക്കപ്പ് ചെയ്യുന്നത് ഫാമിലി മൊത്തത്തിലായിരിക്കും. അതർ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരായിരിക്കും. പിന്നെ ആ ഒരു സോഷ്യൽ ഒരു സെറ്റപ്പ് മുഴുവനും ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കും. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വൈദ്യന്റെ ശുചിർ ഭിഷർ, ഇതിനകത്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ദക്ഷനായിരിക്കണം, നോളജബിൾ ആയിരിക്കണം.
തീർത്ഥാർത്ഥ ശാസ്ത്രാർത്ഥ, അത് തന്നെയല്ലേ ഈ സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ശാസ്ത്രങ്ങളുടെ ആ വിശദമായ അനുഭവ ജ്ഞാനത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ടോ ദൃഷ്ടകർമാവാകുക. ദൃഷ്ടകർമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തുള്ള ആ ഒരു എബിലിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ടോ പിന്നെ അതിന് ശുചിർ ബിഷപ്പ്. ഈ ശുചി നമ്മൾ ഒരുപാട് ശൗചങ്ങൾ പറയുന്നുണ്ട് അല്ലെ? ശരീര ശൗചം, വാക്യ ശൗചം, മനഃശൗചം, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ മനസ്സിനുള്ള ശൗചവും ശരീര ശൗചവും വാക്യ ശൗചവും ആകുമ്പോൾ തന്നെ കായ വാക്ക് ചിത്തങ്ങൾ ശുദ്ധമാകുന്നു. ബാക്കിയുള്ളത് കുലശൗചം എന്നൊക്കെ പറയുന്നത് മാറ്റിവെച്ചാൽ കൂടിയും ഒരാള് മനുഷ്യനാകുന്നത് അവന് മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ശൗചം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇത് ഒരു പാലിയേറ്റീവ് ഹാൻഡിൽ ചെയ്യുന്ന ആയുർവേദ ഡോക്ടർക്കൊന്നും മാത്രമല്ല. ആയുർവേദം എന്ന് പറയുന്നത് അതിനൊരു ഹോളിസം ഉണ്ട്. ഇറ്റ് കൺസിഡേഴ്സ് എവ്രിതിങ് അണ്ടർ ദ മെഡിക്കൽ ഡൊമൈൻ. അതിനകത്ത് കെയറും വരുന്നുണ്ട്, ക്യൂറും വരുന്നുണ്ട്, അതേപോലെ തന്നെ പാലിയേഷനും വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിലെ ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ശൗചവുമായിട്ട് തന്നെ തീർത്ഥാർത്ഥ ശാസ്ത്രാർത്ഥോ ദൃഷ്ടകർമ്മ ശുചിർ ഭിഷക, ആ ശൗചത്തിനാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ മനസ്സ് അതുപോലെ ശുചിയായിട്ടിരിക്കണം, ഇന്ദ്രിയങ്ങൾക്ക് അതുപോലെ ശൗചമുണ്ടായിരിക്കണം, നല്ലത് ചിന്തിക്കാനും. അപ്പൊ ധാർമ്മികനായ ഒരു വ്യക്തി, ഒരു ഡോക്ടർ മാത്രമേ എന്തിന് എലിജിബിൾ ആവുന്നുള്ളൂ? വിൽ ബി ബിക്കമിങ് എലിജിബിൾ ഫോർ ഡൂയിങ് ഓർ പെർഫോമിങ് എ പാലിയേറ്റീവ് കെയർ പ്രൊവൈഡർ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോയിക്കഴിഞ്ഞാൽ ഈ ലൈഫ് ത്രെട്ടനിങ് ക്യാൻസർ, ഒന്ന് ക്യാൻസേഴ്സ് കഴിഞ്ഞ പിന്നെ ഓർഗൻ ഫെയിലുവേഴ്സ് ആണ്. ഇത് നമുക്കിപ്പോൾ എസ്പെഷ്യലി ഹെപ്പാറ്റിക് ഫെയിലുവറിലേക്ക് പോകുന്ന കേസ് നമ്മളൊരു കേസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ റീനൽ ഫെയിലുവറിലേക്ക് പോകുന്ന കേസസ്, അതുപോലെ പ്രോഗ്രസീവ് കണ്ടീഷൻസ് ഉണ്ട്, ന്യൂറോ ഡീജനറേറ്റീവ്. ബാറ്റൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ് വരുന്നത്. പിന്നെ പ്രിമച്വർ ഡെത്ത് സംഭവിക്കുന്ന സിസ്റ്റിക് ഫൈബ്രോസിസും ചില ജനറ്റിക് ഡിസോർഡേഴ്സിലും. അവിടെയൊക്കെ എന്ന് വെച്ചാൽ അവിടെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ കുട്ടിക്ക് എന്താണ് ആഡ് ഓൺ മെഡിക്കേഷൻ ആണ് പലപ്പോഴും നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടി വരിക. കാരണം ആ കുട്ടിയുടെ ലൈഫ് ത്രെട്ടൻഡ് ആവാതിരിക്കാൻ വേണ്ടുന്ന മെഷേഴ്സ് അവർ ആൾറെഡി എടുക്കുന്നുണ്ടാവാം. അറ്റ് ദ സെയിം ടൈം ഇൻ അഡീഷൻ ടു ദാറ്റ് വി ക്യാൻ സപ്പോർട്ട് ദം. അത് കഴിഞ്ഞാൽ പിന്നെ ഇറിവേഴ്സിബിൾ ബട്ട് നോൺ പ്രോഗ്രസീവ്, നമ്മുടെ സെറിബ്രൽ പാൾസി, ഈ സാൻ ഫിലിപ്പോ എന്ന് പറയുന്നത് ഒക്കെ ഒരു ടൈപ്പ് ഓഫ് മെറ്റബോളിക് ജനറ്റിക്കലി ഡിറ്റർമിൻഡ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് ഇതിലെല്ലാത്തിലും വരാവുന്ന ഒന്നോ രണ്ടോ കേസസ് വെച്ചിട്ടാണ് എൻ്റെ ഈ പ്രസന്റേഷൻ മുന്നോട്ട് പോകുന്നത്. അത് പോയി കഴിയുമ്പോൾ യു വിൽ റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ആയുർവേദ ക്യാൻ ഡു. ആൻഡ് നമ്മൾ അതിൽ ഈ പാലിയേറ്റീവിന്റെ ഏതൊക്കെ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇതിനകത്ത്, അവിടെ എവിടെയെങ്കിലും ക്യൂറിന്റെ സാധ്യതയുണ്ടോ, എവിടെയെങ്കിലും വെറുതെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ്മെന്റ് മാത്രമാണോ, വെദർ വി ആർ ഏബിൾ ടു ബ്രിങ് ദം ബാക്ക് ടു എ നിയർ നോർമൽ സിറ്റുവേഷൻ, ഇതിനെല്ലാം പോസിബിലിറ്റി. ഇനെവിറ്റബിൾ പ്രിമച്വർ ഡെത്ത്, ഇത് ആക്ച്വലി ഒരു പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കേസ്, അത് ഒരു അക്യൂട്ട് ആയിട്ടുള്ള പാൻക്രിയാറ്റൈറ്റിസ് ആണ്. അത് ആക്ച്വലി ആ കേസ് എനിക്ക് ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. കാരണം ദ ബേബി വാസ് അഡ്മിറ്റഡ് ഇൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അവിടെ അതിന്റെ ഓപ്പോസിറ്റ് റൂമിൽ തൃപ്പൂണിത്തുറയിലെ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ഡോക്ടർ ജെൻസിയുടെ ഒരു കസിൻ കുട്ടിയെ കൊണ്ട് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ ഈ ഓപ്പോസിറ്റ് റൂമിൽ നിന്നുള്ള കരച്ചിൽ കേട്ടിട്ട് ഈ ജെൻസി അവിടെ ചെന്നിട്ട് എന്താണ് പ്രോബ്ലം എന്ന് അന്വേഷിക്കുവാണ്. ഒരു അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ആണ് അത് കേസ്. അതിൽ ഒരു നല്ല ഇൻഫ്ലമേറ്ററി പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് ആന്റിബയോട്ടിക്സ് IV ഒക്കെ ആയിട്ട് പോകുന്നു. കുട്ടിക്ക് പെയിൻ സഹിക്കാതെ വരുമ്പോൾ സെഡേറ്റ് ചെയ്യുന്നു. ഇതൊന്ന് കൺട്രോൾ ആയി കഴിഞ്ഞാൽ പാൻക്രിയാസിനെ റിമൂവ് ചെയ്യാനുള്ള ഡിസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടി ലൈഫ് ലോങ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ വേഗം പറഞ്ഞു പോകുന്നതിന് ക്ഷമിക്കുക. കാരണം ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ഓൾ മൈ വ്യൂസ് വിത്ത് എക്സാമ്പിൾസ്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതില് ഞാൻ അപ്പൊ അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. ആ കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മമ്മ എല്ലാവരും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് അവർ അത്രയും പേരെ പെർമിറ്റ് ചെയ്തത്. എന്നിട്ട്
ജിൻസി എന്നോട് ചോദിച്ചു, സർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. ഒരു രാത്രിയിലാണ് വിളിക്കുന്നത്. ഞാനൊരു സജഷൻ കൊടുക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. അതിന് കുട്ടിക്ക് വെള്ളം കൊടുക്കാം, വേറൊരു മരുന്നും വെളിയിൽ നിന്ന് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോബ്ലം ആവും. ഇനി അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അത് വേറെ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണെന്നുള്ളൊരു സാധനമൊക്കെ വരും. ഞാൻ പറഞ്ഞു വെറുതെ കുടിവെള്ളം കൊടുക്കാം, നമുക്ക് പാനകം പോലെ തയ്യാറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. അന്ന് രാത്രിയിൽ തന്നെ മരുന്ന് വാങ്ങാനുള്ള ഏർപ്പാടൊക്കെ ആക്കി രാവിലെ തന്നെ ജിൻസി ഡിസ്പെൻസറി പോകാതെ അത് കളക്ട് ചെയ്ത് മരുന്നൊക്കെ തയ്യാറാക്കി ആ കുട്ടിക്ക് അവർ കുടിവെള്ളമായിട്ട് കൊണ്ട് കൊടുക്കുകയും അത് കഴിക്കുകയും ആ കുട്ടി ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. ആ കുട്ടി ഇന്നും പാലക്കാട് ആലത്തൂര് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പാൻക്രിയാസിന് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ജീവിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ ഫോളോ അപ്പ് സത്യത്തിൽ ആ കുഞ്ഞിനെ ഞാൻ ഒരേ ഒരു പ്രാവശ്യം ഒരു 1.5-2 വർഷം കഴിഞ്ഞതിന് ശേഷം ആണ് നേരിൽ കാണുന്നത്. അതുവരെ നമ്മൾ, അതായത് പാലിയേറ്റീവ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ നേരിട്ട് കണ്ടു തന്നെ ഇത്തരം കേസസ് കണ്ടു തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു ട്രാവൽ നമ്മൾ ഒഴിവാക്കുകയാണ് അവിടെ ചെയ്തത്. പിന്നെ ജിൻസിയെ പോലെ എൻ്റെ ഒരു വിദ്യാർത്ഥിനി അതിന് മേൽനോട്ടം കൊടുക്കുമ്പോൾ ഐ വാസ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഇതെല്ലാം ദീസ് ആർ ഓൾ പോസിബിൾ ഏരിയാസ്. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെയാണ് വേറെ ഒരു ഇതിലെ ആക്ച്വലി ഈ കുട്ടിയുടെ ഇത് ഡയഗ്നോസ് ചെയ്തതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്. ഇത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് അവിടെ ഒരു ഇൻഫ്ലമേഷൻ കൂടി അത് ബേസ്റ്റ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അതൊരു ഡെത്തിലേക്ക് കലാശിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഹൈലി കോംപ്ലിക്കേറ്റഡ് സർജറിയും പിന്നെ അതിനെ തുടർന്ന് വരാവുന്ന കോംപ്ലിക്കേഷൻസും ലൈഫ് ലോങ് ഡയബറ്റീസ് എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും. അതുപോലെ അപ്പോൾ അത് നോക്കൂ, അതൊരു അക്യൂട്ട് എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത് റിവേഴ്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ബേബി കെയിം ബാക്ക് ടു എ നോർമൽ ചൈൽഡ്ഹുഡ് ആൻഡ് ലീഡിങ് എ ഹാപ്പി ലൈഫ് വിത്തൗട്ട് എനി എക്സാസർബേഷൻ. ഒരു എപ്പിസോഡ് പോലും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നോൺ പ്രോഗ്രസീവ് ലൈക്ക് സ്ട്രോക്ക്. നമുക്ക് കുട്ടികളിൽ തന്നെ ഇൻഫന്റൈൽ ഹെമിപ്ലീജിയ തുടങ്ങി പോസ്റ്റ് ട്രോമാറ്റിക് ഇഷ്യൂസ് വരുന്നു. പിന്നെ COPDയും കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവറും ഒക്കെ വരുന്നുണ്ട്. അതിൽ COPDയും CHFും നമ്മൾ ഒരുപാട് കേസസ് ഒന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഒരു ലൈഫ് ടൈമിൽ ഒരു 1-2 കേസസ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇതിൽ വേറെ ഒരു ട്വിൻ ബേബീസ് ഇൻ യൂട്രോ, അത് ചെന്നൈയിൽ നിന്ന് വന്ന അപ്പോളോ ഹോസ്പിറ്റലിൽ ഫോളോ അപ്പിൽ ഇരിക്കുന്ന അതിലൊരു കുട്ടിക്ക് ഇതിലെ കുട്ടിയിലേക്ക് പോകുന്ന അംബ്ലിക്കൽ കോർഡിന് അനോമലീസ്, ഹാർട്ടിൽ ഗ്രോസ് അനോമലീസ് ഒക്കെ ഉള്ളത്. ആ കുട്ടി പ്രസവത്തോടു കൂടി മരിക്കും. പക്ഷെ രണ്ടാമത്തെ കുട്ടിയുടെ അതിൻ്റെ ഗ്രോത്ത് നോർമലാണ്. പക്ഷെ ആ കുട്ടിയിൽ എന്തായിരുന്നു, ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയില്യൂർ ഉള്ള ഒരു കുട്ടിയാണ്. അവിടേക്ക് സപ്ലൈ ഒന്നുമില്ല. ലെഫ്റ്റ് വെൻട്രിക്കുലർ ആക്ടിവിറ്റി കനോട്ട് ബി വിഷ്വലൈസ്ഡ്. അത് കുട്ടി വയറ്റി കിടക്കുക. അങ്ങനെ 6ാം മാസത്തിൽ ഈ അമ്മ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് അവർ ലീവ് എടുത്ത് തിരിച്ചു വരികയാണ്. അങ്ങനെ അവിടുത്തെ ഒരു ഡോക്ടർ എൻ്റെ റെഫറൻസ് കൊടുത്തിട്ട് വന്ന് കണ്ടതാണ്. അപ്പോൾ അതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്. കാര്യം ഇതെല്ലാം പാലിയേറ്റീവിൽ ആലോചിച്ച് നോക്കുക, കുട്ടി പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ആസ് എ പീഡിയാട്രീഷ്യൻ അതിൻ്റെ വെൽനെസ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വെദർ ക്യാൻ യു പ്ലീസ് വർക്ക് ഓൺ ദിസ് എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് തീരെയില്ല ആ കേസ് ഡീൽ ചെയ്യാൻ. കാരണം ഡെലിവറിയോടുകൂടി ആദ്യത്തെ ഒരു കുട്ടി ഡെഫിനറ്റ്ലി മരിക്കും. രണ്ടാമത്തെ കുട്ടിയെ അതിനിടയിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഏതെങ്കിലും രീതിയിൽ അതിനകത്തേക്ക് ഒരു ഇനർവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, വെൻട്രിക്കുലർ ആക്ടിവിറ്റി ഇല്ലാത്ത എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്കുള്ള ന്യൂറോണൽ സപ്ലൈ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നമ്മൾ 1-2 ഡിസ്കഷൻസ് ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് ഡോക്ടർ സുൽഫിക്കർ അഹമ്മദ് എന്ന് പറയുന്ന പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിന്റെ സാറിനെ രണ്ടും കൽപ്പിച്ചൊരു ധൈര്യത്തിൽ ഞാൻ സാറിനെ വിളിച്ച് സംസാരിക്കുന്നു. സാർ പറഞ്ഞു അനിൽ യു സെൻഡ് ദം ലെറ്റ് മീ സീ എന്ന് പറഞ്ഞു. സാർ അത് കണ്ടതിന് ശേഷം സാർ അടുത്ത ദിവസം രാത്രിയിൽ എന്നെ വിളിച്ച് പറഞ്ഞു, അനിൽ അതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്, ബട്ട് ലെറ്റ് us hope ഫോർ ദ ബെസ്റ്റ്. എന്തായാലും അനിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ദോഷമൊന്നും വരത്തില്ല, ഗോ എഹെഡ് എന്ന് പറഞ്ഞു. എനിക്ക് അതൊരു കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ അതിനകത്തൊരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി. 9ാം മാസത്തിന്റെ തുടക്കത്തിൽ ഈ അമ്മ ഹാഡ് എ അൺനോൺ ഫീവർ. അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ അൺകോൺഷ്യസ് ആവുന്നു. അത് കഴിഞ്ഞ് അതൊരു സെപ്റ്റിക് പ്രഗ്നൻസി ആയിരിക്കും എന്ന് കരുതിയിട്ട് SITയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ ഫീവർ അപ്പോഴത്തേക്കും ബേബീസ് രണ്ടും
പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. മറ്റേ ബേബി ഇൻ യൂട്രോ തന്നെ ഡെത്തായി. അപ്പോൾ അവർ എമർജൻസി LSES, അമ്മ കോൺഷ്യസേ അല്ല. പിന്നീട് മനസ്സിലാവുമ്പോൾ സെപ്റ്റിസീമിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഈ ഫീറ്റൽ ഒറിജിൻ ആണ്, ഈ മറ്റേ കുട്ടിയുടെ ഫീറ്റൽ ഒറിജിൻ ആയിരുന്നിരിക്കണം. എന്തായാലും എമർജൻസി LSES ചെയ്യുവാണ്. ചെയ്തിട്ട് ബേബിനെ പുറത്തെടുക്കുമ്പോഴത്തേക്കും മറ്റേ കുട്ടി മരിച്ചുപോയി. അപ്പോൾ ഇതില് യഥാർത്ഥത്തിൽ ഇത്രയും ഒരു ഏർലി ഇന്റർവെൻഷണൽ സ്ട്രാറ്റജി നമ്മൾ കൈക്കൊള്ളേണ്ടി വരുന്ന സിറ്റുവേഷൻസും വരും. ഈ അമ്മ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1 വീക്ക് ആവുന്നത് ആൻഡ് സെപ്റ്റിസീമിയ എല്ലാം കൺട്രോൾ ചെയ്തു. അതിലേക്ക് അമ്മയ്ക്ക് വരുന്നു. ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ കടന്നു പോവാം. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് പറയാ ജീവൻ തിരിച്ചു കിട്ടിയത് മാത്രം ഭാഗ്യമാണ് സർ, ഇതാണ് സിറ്റുവേഷൻ, ഇതായിരുന്നു സിറ്റുവേഷൻ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പക്ഷേ ആ രണ്ടാമത്തെ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അസസ്മെന്റ്സ് ഒന്നും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. കാര്യം അതുപോലത്തെ ഒരു ഫീവർ. അത് അവര് ഒരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി നോക്കിയിരുന്നെങ്കിലും അതിൽ ഒരു ഡെഫിനറ്റ് ഡയഗ്നോസിസിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്ത് വരുന്ന കോളം കേസസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു ഗ്രഡേഷൻ ആണ്. ഇതിൽ പലപ്പോഴും ഈ കുറച്ച് ബോധമുള്ള അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഇല്ലാത്ത പല കുട്ടികളിലും, ഇനി നമ്മൾ വിചാരിക്കും ഈ കൊച്ചിന് ഇതൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഫിയർ ഫാക്ടർ അത് ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിന്റെ പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് പലപ്പോഴും കാണാൻ ഇടയായിട്ടുണ്ട്. അത് ഒരുപാട് വേദനയായിട്ട് ഇന്നും ശേഷിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ചില കുട്ടികൾക്ക് അവർ അതിന്റെ ഗ്രഡേഷനെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫീലിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ത്രഷോൾഡിനെ ഒക്കെ നമുക്ക് അസസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അവരോട് വളരെ സംസാരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഐ ആം സീരിയസ്ലി ഇല്ലെന്നോ, ഐ ആം സീരിയസ്ലി ഇൽ ബട്ട് വിൽ ഗെറ്റ് ബെറ്റർ, ഐ ആം ഓൾവേസ് ഇൽ ബട്ട് വിൽ ഗെറ്റ് ബെറ്റർ, ഐ ആം ഓൾവേസ് ഇൽ ബട്ട് വിൽ നോട്ട് ഗെറ്റ് ബെറ്റർ, പ്രതീക്ഷ നശിക്കുവാണ്, ഐ ആം ഡൈയിങ്. ഈ ഐ ആം ഡൈയിങ് എന്ന് പറയുന്ന സിറ്റുവേഷനിലൂടെ കടന്നുപോയ കുഞ്ഞുങ്ങളെയും അറിയാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെയൊക്കെ അവരുടെ അത് നമ്മളത് അഡ്മിറ്റ് ചെയ്യുന്നേയില്ല, നമ്മൾ അത്തരം ഡിസ്ക്ലോഷേഴ്സ് ഒന്നും നടത്തുകയില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ 17 വയസ്സായ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, ഒരു പക്ഷെ ശർമ്മ സാറൊക്കെ ആ കാലഘട്ടത്തിൽ ആ കേസ് കണ്ടിട്ടുണ്ടാവും. വാസുദേവൻ നമ്പൂതിരി സാറിന്റെ യൂണിറ്റിൽ ക്ലിനിക്കലി കുട്ടികൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് അഡ്മിറ്റ് ചെയ്ത ഒരു കേസ് ആയിരുന്നു അത്. ഫീമെയിൽ വാർഡിലെ വരാന്തയിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റേഷന്റെ തൊട്ടുപുറത്ത് കേസ് ആയിരുന്നു. അത് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആയിരുന്നു. ആരോ PG എക്സാമിൻ ചെയ്യാൻ പോയതിന്റെ പേരിൽ ആ കുട്ടി ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുന്ന ഒരു സിറ്റുവേഷൻ വന്നതിന്റെ പിന്നാലെയാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പൊ ഞങ്ങൾ അന്ന് എനിക്ക് തോന്നുന്നു 3rd ഇയറോ 4th ഇയറോ കണ്ടാണ്. അപ്പോ ഇതില് ആ കുട്ടിക്ക് അറിയാമായിരുന്നു ഐ എം ഓൾവേസ് ഇൽ ബട്ട് വിൽ നോട്ട് ഗെറ്റ് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ ഏജിനനുസരിച്ച് ഈ കുട്ടികൾക്ക് ഈ ഒരു പെർസെപ്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിവിയർലി ഇല്ലായിട്ട് സീരിയസ്ലി ഇല്ലായിട്ടുള്ള കേസസിനെയും നമ്മൾ അത് ആ സ്റ്റാറ്റസ് അസസ്മെന്റ് നമ്മൾ നടത്തിക്കൊണ്ട് വേണം നമ്മൾ അവരുടെ മുന്നിൽ പോകാൻ. നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ പോലും വളരെ കോൺഷ്യസ് ആയിരിക്കണം. ഇത് ഇപ്പൊ ഈ ചിൽഡ്രൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡെത്ത് ഇതൊരു ഇന്റർനാഷണലി ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. അത് പല രീതിയിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ വി വോണ്ട് ഡിസ്ക്ലോസ് എനിത്തിങ് ടു ദ ചിൽഡ്രൻ. പക്ഷെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ കുട്ടി വിൽ റിയലൈസ്, എസ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ദേ വിൽ റിയലൈസ് ദാറ്റ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള ഒരു സാധനം. ഇതിൽ ഈ കോസസ് ഓഫ് ഡെത്ത് ഇൻ ചിൽഡ്രൻ 0 to 19 ഇയർസ് ലൈക്ലി ടു ഹാവ് പാലിയേറ്റീവ് കെയർ. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതിനകത്ത് ഈ ന്യൂറോളജിക്കൽ 36%, പിന്നെ ടു സം എക്സ്റ്റെന്റ് ഹാർട്ട് ഡിസീസസ്, ദെൻ മസിൽ ഡിസോർഡേഴ്സ്, ഈ ക്രോണിക് റീനൽ ഫെയിലിയേഴ്സ് ഒക്കെ വളരെ റെയർലി മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് ഒപ്പീനിയന് വരുന്നത്. ആഡ് ഓൺ മാത്രമായിട്ടാണ് നമ്മൾ അവിടെ പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോ ഇതില് ഈ ഏറ്റവും പാലിയേറ്റീവിന്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ശരീര ഇന്ദ്രിയ സത്വ ആത്മസംയോഗ, അത് ഈ സംയോഗം എന്ന് ഈ പറയുക. അപ്പൊ ഇത് രോഗിയെ കുറിച്ച് മാത്രമല്ല നമ്മൾ അവിടെ സങ്കല്പിക്കേണ്ടുന്നത്, ഈ പോകുന്ന പാലിയേറ്റീവ് കെയർ കൊടുക്കുന്ന വൈദ്യനും ഇതേ സാധനം ഉണ്ടാവണം, അതിന്റെ ഒരു സംയോഗം ഉണ്ടാകണം.
മനസ്സങ്ങും അല്ലെ മനമങ്ങും മിഴി ഇങ്ങും എന്ന് പറയുന്നില്ല. ഇവിടെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോബാണ് പാലിയേറ്റീവ് ഡോക്ടർക്കുള്ളത്. അവിടെയാണ് ആ ശരീരം, ഇന്ദ്രിയം, സത്വവും ആത്മസംയോഗവും. അപ്പൊ ഇതൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ പാലനം വേദം, ആയുഷ പാലനം വേദം, അതൊരു കെയർ ആണ്. അപ്പൊ ഒരു പരിപാലനമാണ് വേദം. ആയുഷിൻ പരിപാലിക്കൽ തന്നെയാണ്. അപ്പൊ ആയുർവേദം മൊത്തത്തിൽ ഒരു പാലിയേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് എന്ന് തന്നെയാണ് ആയുർവേദം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോ അവിടെ നമ്മൾ എങ്ങനെയാണ് പരിവർത്തനപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെത് നമ്മുടെ ഈ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട്. ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവും എല്ലാം കൂടെ. അപ്പൊ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വ്യക്തി, അനിൽകുമാർ ആണെങ്കിൽ അനിൽകുമാർ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഡിസീസിന്റെ ആ ഒരു പോക്കുവരവിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സപ്തവിധ വ്യാധികൾ പറയുന്ന ഓരോ ഘട്ടത്തിലും ഇതിൽ ഏത് വ്യാധി വേണമെങ്കിലും ഈ പറയുന്ന ഒരു പാലിയേറ്റീവ് സെഗ്മെന്റിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുപോകാൻ കഴിയും. കാര്യം അഡൽസിലുള്ളത് പോലെയല്ല. ഇതില് ഏത് വ്യാധിയും, ഈ പറയുന്ന സപ്തവിധ വ്യാധികളിൽ ഏതും എന്തിലേക്ക്, പാലിയേറ്റീവിലേക്ക് കുട്ടിയെ കൊണ്ടുപോകും. നമ്മൾ എപ്പോഴും ഈ കൺജനിറ്റൽ ആയിട്ടുള്ള അനോമലീസ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ്, ഡെവലപ്മെന്റൽ അനോമലീസ്, ഇങ്ങനെയൊക്കെ മാത്രമാണ് എപ്പോഴും ചിന്തിച്ചു പോവുക. നോക്കൂ, ക്യാൻസേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെക്ടേഷൻ താഴെ വർഷങ്ങൾ, എത്ര വർഷം കടന്നു പോകും എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ക്ലാരിറ്റിയോടുകൂടി നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകും. ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ക്യാൻസേഴ്സ് ഒക്കെ ഡയഗ്നോസ് ചെയ്ത് അത് ഇവോൾവ് ചെയ്ത് വന്ന് അതിന്റെ ഡയഗ്നോസിസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് വരാവുന്ന, അത് ഈ പറയുന്ന പോലെ 10 വയസ്സ് പോയിട്ട് 5 വയസ്സിനും താഴെ വെച്ച് തന്നെ അപകടങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെയാണ് മസ്കുലർ ഡിസ്ട്രോഫീസ് ആണെങ്കിൽ ടു ദ മാക്സിമം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാവുന്ന 20 അല്ലെങ്കിൽ 25 ഇയേഴ്സ്, വളരെ റയർലി 26, 27 വരെയൊക്കെ പോയ കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ഡിസീസിനും ഓരോ പാറ്റേൺ ഉണ്ട്. ഇതിന്റെ ആ ഒരു അതൊരു പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത് പോലെ തന്നെ, അവർ പ്രീ ഡിസൈൻഡ് എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഈ ബാറ്റൻസ് ഡിസീസ് എന്നൊക്കെ പറയുന്ന ജനറ്റിക് ഗ്രൂപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്, പിന്നെ സെറിബ്രൽ പാൾസി പോലുള്ള സാധനങ്ങൾ ഇതേപോലെ അത് ഒരുപാട് ഹൈലി കോംപ്ലിക്കേറ്റഡ് മിക്സഡ് ടൈപ്പ് ഓഫ് സെറിബ്രൽ പാൾസീസ് ആണ്. ഈ പാറ്റേണിൽ ഇങ്ങനെ വേവി പാറ്റേണിൽ ഇങ്ങനെ താഴോട്ടും പിന്നെ ഒന്ന് നോർമലൈസ് ചെയ്തും ഒക്കെ പോയിട്ട് ഇങ്ങനെ നീണ്ടു പോകും. പക്ഷെ ഗ്രോസ് പ്രോബ്ലംസ് ആർ അസോസിയേറ്റഡ് വിത്ത് സെറിബ്രൽ പാൾസി, സീഷേഴ്സ് എക്സെട്ര എക്സെട്ര. ഈ കുട്ടികളും നമുക്ക് ഒരുപാട് ലൈഫ് ഇല്ലാതെ അവർ കടന്നു പോകും. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് നമ്മൾ വന്നിടത്ത് നമ്മൾ എങ്ങനെ ചികിത്സിച്ചു, അവരെങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവുകളായിരിക്കും എൻ്റെ അടുത്ത പ്രസന്റേഷൻസിൽ വരിക. അപ്പൊ ഇതൊരു നോർമൽ ഒരു വെൽബീയിങ്ങിന്റെ ഒരു ആസ്പെക്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ രോഗത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാരണങ്ങളെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ കാലാർത്ഥ കർമ്മങ്ങളുടെ യോഗമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനെ ഇടയ്ക്കൊന്ന് റീവാമ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കാരണം പല ഡിസീസസിന്റെയും ഒരു എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, കാര്യം നമുക്ക് നിദാനത്തെ അറിയാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ എന്നാലും എൻ്റെ കുട്ടിക്ക് എന്താ ഇങ്ങനെ വന്നത് എന്നോട് ചോദിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അതിന് പ്രോബബിൾ കോസസ് മാത്രമേ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്ത് നമുക്ക് അവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ പലപ്പോഴും അനുപക്രമ ഏവ സ്യാത് സിതോ അത്യന്ത വിപര്യേ ഔസുഖ്യ മോഹ ആരതികൃത് ദൃഷ്ടരിക്ഷോ അക്ഷനാശന. ഇതില് ഈ പറയുന്ന എല്ലാ പാലിയേറ്റീവ് സാധനങ്ങളിലും അനുപക്രമ, അവർ ഉപക്രമത്തിന് വിധേയരല്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആചാര്യൻ പറയുന്നു? കാര്യം ഉപക്രമം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം ഉണ്ടാവണം. ഉപക്രമം ചെയ്യുന്നതിനോട് നമുക്ക് പിന്നെ എന്താണ്, ഒരു സമ്പൂർണമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാത്ത സാഹചര്യങ്ങളിലാണ് ഇത് നമ്മൾ പാലിയേറ്റീവിന്റെ ഒരു കൺസെപ്റ്റിൽ ചിന്തിക്കുന്നത്. അവിടെയാണ് ദൃഷ്ടമായ ഇഷ്ടം. സത്യത്തിൽ നമ്മുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയേണ്ടുന്ന ഒരു പോർഷനാണ് ഇഷ്ടലക്ഷണം എന്ന് പറയുന്നത്. ലക്ഷണം അരിഷ്ടം സ്യാത് ഇഷ്ടം ജാപിതതുച്ഛത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇഷ്ടലക്ഷണത്തെ കുറിച്ച് പരാമർശങ്ങളില്ല. അപ്പൊ ഒന്ന് വായിച്ചു നോക്കൂതേ, ഈ റെഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആയുർവേദ ഫലം കൃഷ്ണം യഥാ യുഞ്ജിയെ പ്രതിഷ്ഠിതം ഇഷ്ടജ്ഞാനാദൃതസ് തസ്മാത് സർവദൈവ ഭവേത് പിഷക്. ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് യഥായുഷ പരിജ്ഞാനം പരിപാലനം ച. ഏറ്റവും ഇമ്പോർട്ടന്റ് നോക്കൂ, പരിജ്ഞാനവും പരിപാലനവും തച്ച ഉഭയം ഇഷ്ടജ്ഞാനാജായത എന്നാണ്.
അതായത് ആയുസ്സിനെ കുറിച്ചിട്ടുള്ള പരിജ്ഞാനവും അതിനെ പരിപാലിക്കേണ്ടതും ഇത് രണ്ടും എന്തിലൂടെ ലഭ്യമാകുന്നതാണ്? രിഷ്ടജ്ഞാനത്തിലൂടെ ലഭ്യമാകുന്ന. നമ്മൾ എത്ര പേര് ഈ പറയുന്ന രിഷ്ടം പറയുന്ന അധ്യായങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്? എൻ്റെ അനുഭവത്തിൽ ഈ രിഷ്ടത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല അക്കാഡമിയിൽ എന്ന് തന്നെയാണ് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. കാരണം പഠിപ്പിച്ചു തന്നിട്ടില്ല. വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ അതിന്റെ ഈ പറയുന്ന ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നമ്മളതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാത്തത് നമ്മുടെ കാട് കയറി പോകണ്ട എന്നുള്ളത് കൊണ്ട്. പക്ഷെ അറിഞ്ഞിരിക്കണം എന്താണ് ശാസ്ത്രം പാലിയേറ്റീവിന്റെ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പൊ പാലിയേഷൻ എപ്പോഴും വേണ്ടി വരുന്നത് പ്രതീക്ഷയില്ല, ആയുസ്സിൽ പ്രതീക്ഷയില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ശേഷത്വാത് ആയുഷോ യാപ്യ പഥ്യാഭ്യാസാത് വിപരീ എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നു എന്നുള്ളത്. അപ്പൊ പരിജ്ഞാനവും പരിപാലനവും രണ്ടും ഇഷ്ടജ്ഞാനം കൊണ്ടേ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ ആരെ പരിപാലിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു. ഹൂ നീഡ്സ് എ സ്പെഷ്യൽ കെയർ ഫ്രം ആൻ ആയുർവേദിക് പെർസ്പെക്റ്റീവ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന് വേറെ പ്രയോഗങ്ങളാണ് നമ്മൾ പ്രത്യാഖ്യായ പ്രസാദയേതെന്നും യാപ്യമെന്നും അസാധ്യാന്യവമാഖ്യാത സർവേ രോഗ കുലോദ്ഭവ എന്നും പ്രജ്ഞാപരാധജന്യമായ വ്യാധികളൊക്കെ അസാധ്യ പ്രകരണത്തിലേക്ക് പോകുമെന്നും ഒക്കെ പറയുന്നത്. ഇത് നമ്മളിങ്ങനെ ഓരോന്നെടുക്കുമ്പോഴും പക്ഷെ മറന്നു പോകുന്ന ഒരു പ്രധാന ആള് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷണം രിഷ്ടം എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ പാലിയേറ്റീവിലേക്ക് പോകുന്ന ഒരു ഡോക്ടർ ഹി മസ്റ്റ് ബി പ്രൊഫിഷ്യന്റ് ഇൻ ഐഡന്റിഫൈങ് ദ രിഷ്ട ലക്ഷണം. ആദ്യം ചെയ്യേണ്ടുന്നത് ഇയാളുടെ ആയുസ് എത്രയുണ്ട്. ഇപ്പൊ ആയുഷ പ്രമാണ ജ്ഞാനഹേതുക്കൾ പറയുന്നുണ്ട്. പക്ഷെ അതൊരു ശിശു ജനിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് ഏകദേശം എത്ര ആയുസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഒരാളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അയാൾ എത്ര കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അത് വെറുതെ ഒരു രോഗബാധിതനായ ഒരാളെ നോക്കിയിട്ട് പറയുന്നതാണ് ഇഷ്ടലക്ഷണത്തിൽ പറയുന്നത്. അല്ലാതെ ആരോഗ്യവാനായ ആളെ നോക്കിയിട്ട് അനിൽകുമാർ ഇത്ര ദിവസം ജീവിച്ചിരിക്കും എന്ന് പറയുന്നതല്ല ലക്ഷണം. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രൂപേന്ദ്രിയ സ്വരച്ഛായ പ്രതിച്ഛായ ക്രിയാദിഷു അന്വേഷപിച്ച ഭാവേഷു. ഞാൻ ഇങ്ങനെ ശ്ലോകം പറഞ്ഞു പോകും, ക്ഷമിക്കുക. അതുകൊണ്ട് ഞാൻ നിർത്തുക. അപ്പോ നമ്മൾ ആ രിഷ്ടത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് വായിക്കുക. എസെൻഷ്യൽ ആണ്. വാട്ട് ഈസ് എസെൻഷ്യൽ ഫോർ എ പാലിയേറ്റീവ് ഡോക്ടർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് രിഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, ഒരു പ്രാഥമിക അവബോധം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇതൊന്നും ഞാൻ പറയത്തില്ല, കാരണം പാലിയേറ്റീവ് കെയർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ there were certain sayings, അതിങ്ങനെ നത്തിങ് ക്യാൻ ബി ഡൺ. ഈ നത്തിങ് ക്യാൻ ബി ഡൺ എന്ന് പറയുന്ന പല കേസസുമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുന്നത്. അത് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങള് സെർവൽ പാൾസി ഓക്കെ, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് പേഷ്യന്റിനെ പലപ്പോഴും ആയുർവേദ ഡോക്ടർമാർ, ഒരുപക്ഷെ ഞങ്ങളൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ കേസസ് ഈ പെരിഫറിയിൽ നിൽക്കുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഐ എം മോർ എൻതൂസിയാസ്റ്റിക് ടു ഷെയർ മൈ വ്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈ ക്യൂറിൽ മാത്രമല്ല നിൽക്കുന്നത്. ദേ ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കെയർ പേഴ്സൺ. അവിടെയാണ് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൈലബിൾ റിസോഴ്സസ്. നമുക്ക് എല്ലാ രോഗികളും ആഠ്യന്മാരാകണമെന്നില്ല. അപ്പോൾ ചികിത്സ സാധ്യമാകുന്ന രീതിയിൽ നമ്മൾ മരുന്നുകളെ ചെയ്യുക. സോ വി ആർ ട്രെയിൻ ടു സീ, ഇതൊരു ജനറൽ സേയിങ് ആണ് പാലിയേറ്റീവ് കോൺസെപ്റ്റിൽ വരുമ്പോൾ. വി ആർ ട്രെയിൻ ടു സീ ഡിസീസ്, വി ആർ നോട്ട് ട്രെയിൻ ടു സീ സഫറിങ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഡോക്ടറാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓൾ ദ പാലിയേറ്റീവ് കേസസ്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. എന്താ പറയുന്നത്? വി ആർ ഓൾസോ ട്രെയിൻ ടു സീ ദ സഫറിങ്. ആയുർവേദ ഡോക്ടർ എപ്പോഴും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ദ്രിയങ്ങളെ കുറിച്ചും മനസ്സും ആത്മാവും ഒക്കെ അതാ പറഞ്ഞൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ സീ ദ സഫറിങ്. ഓക്കെ, അത് അറിയാമല്ലോ. ഡെയിം സിസ്ലി സോണ്ടേഴ്സ് മാം ആണ് ഈ ഹോസ്പൈസ് മൂവ്മെന്റ് ആദ്യം കൊണ്ടുവരുന്നത്. അപ്പൊ അവര് ഒരാളോട്, ഒരു പാലിയേറ്റീവ് സെഗ്മെന്റ് ഒരു പേഷ്യന്റിനോട് ചോദിക്കുമ്പോൾ ആരെയാണ് നിങ്ങൾക്ക് കെയർ ചെയ്യാൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത റിപ്ലൈ ആണ് ഫോർ സംവൺ ടു ലുക്ക് ആസ് ഇഫ് ദേ ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് മീ എന്നാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാള് ആണ് അല്ലെ? അപ്പോൾ യഥാർത്ഥത്തില് ഈ അതിനെയാണ് ഈ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം അവരുടെ
ആ ഇമോഷണൽ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലാതെ ഒരു ബാഗ് മാറ്റാനും മൂത്രം ചേഞ്ച് ചെയ്യുമോ കത്തീറ്റർ മാറ്റാനും ഒന്നും ഉള്ള ഒരാളെ അല്ല വേണ്ടത്. നോക്കൂ, ഈ ഡെഫിനിഷനിൽ വാട്ട് ഈസ് ഡിഫറെന്റ് അബൌട്ട് ഫസ്റ്റ് സെന്റൻസ് മാത്രം നോക്കുക. യൂഷ്വലി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് tend to focus mainly on organs and their diseases. Palliative care recognizes that people are much more than organs put together. Their mind, spirit, and emotions are all part of who they are. എന്നാ ആലോചിച്ച് നോക്കൂ, ആയുർവേദം എങ്ങനെയാ പറയുന്നത്? ആയുർവേദം എന്ന് പറയുന്നത് ആയുർവേദം എന്ന് വെച്ചാൽ അതൊരു പാലിയേറ്റീവ് ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. അതാണ് അതിന്റെ ക്യൂറേറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. അവിടെ സ്വാസ്ഥ്യ സംരക്ഷണം, വ്യാധി പരിമോക്ഷേതി പന്ഥ എന്ന് നമ്മൾ പറയുന്ന ജനറൽ ഡൊമൈനിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഈവൻ ഫോർ ക്യൂറിങ് എ പെർട്ടിക്കുലർ ഡിസീസ് വി കൺസിഡർ എവറിത്തിങ് ടുഗദർ. അല്ലേ? നമുക്ക് അതാണ് നമ്മുടെ അത് തന്നെയാണ് പാലിയേറ്റീവ് കെയറിലും നമ്മൾ വരുന്നത്. It is my responsibility to add life to their days, അല്ലാതെ നോട്ട് ജസ്റ്റ് ഡേയ്സ് ടു ദെയർ ലൈഫ്. വെറുതെ നീട്ടിക്കൊണ്ട് പോകുന്നതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല. അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പ്രൊവൈഡ്സ് എ പാലിയേറ്റീവ് കെയർ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാത്രമല്ല, നമ്മൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഒന്നും നോക്കി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ പറയുന്ന പിഷദ്രവ്യാൻ ഉപസ്ഥാത രോഗി പാദചതുഷ്ടയം, ഇതിന് ഈ ഉപസ്ഥാത എന്ന് പറയുന്നിടത്ത് വരുന്നുണ്ട് ഓൾ ദി അതർ കെയർ പ്രൊവൈഡേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് ഫാർമസിസ്റ്റ് വേണം, അറ്റൻഡന്റ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഫാമിലി റിലേറ്റഡ് ചാലഞ്ചസ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവില്, പീഡിയാട്രിക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ വരുമ്പോഴാണ്. അവിടെ there are hundreds of issues which may come up during the interventions. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ഇമോഷണൽ ടർമോയിലൊക്കെ ഉണ്ടാവും. നമ്മൾ വല്ലാതെ സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി എന്ന് വരാം. അപ്പൊ ഇനി നമ്മൾ കേസസിലോട്ടാണ് പോകുന്നത്. ഇത് ഓരോ കേസും കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇവിടെ നമുക്ക് എന്ത് മാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളത്. നോക്കൂ, ഒരു കോറിയ മൂവ്മെന്റ്സ് ഉള്ള ഒരു സെർബ്രൽ പാൾസിയാണ്. നല്ല ഡ്രോളിങ് 11 years ഓൾഡ് പേഷ്യന്റ് ആണ്. ഈ 11ാം വയസ്സിലും ആ കുട്ടിയെ എടുത്തിട്ടാണ് ഈ അമ്മ ഒ പിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോർഡ് ഗെയ്സും ഇംപയർഡ് സ്പീച്ചും. അതൊരു ഫുൾ ടൈം നോർമൽ ഡെലിവറി ഒക്കെ ആയിരുന്നു. പക്ഷെ ബർത്ത് വെയിറ്റ് വാസ് 4.5 kg. കേർണിക്ടറസ് ഉണ്ടായി, ഹൈപ്പർ ബിലിറൂബിനീമിക് എൻസെഫലോപ്പതി ഉണ്ടായി, നിയോനേറ്റൽ സീഷർ ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേയാണ്. 3 വയസ്സായപ്പോൾ കഷ്ടിച്ച് ഒരു ഹെഡ് കൺട്രോൾ ഒക്കെ വന്നു. സിറ്റിംഗ് വിത്തൗട്ട് സപ്പോർട്ടൊക്കെ ആയത് ഒരു 3.25 വയസ്സ്. അത്രയും ടൈം എടുത്തു. ഇതിനിടയിൽ റെക്കറന്റ് എപ്പിസോഡ്സ് ഓഫ് ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്നു. നോക്കൂ, ഇത്തരം കേസസ് ആ കുട്ടി ആദ്യം കാണുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നോക്കൂ, ആ കുട്ടി ടോട്ടലി ബെഡ്രിഡൻ ആണ്. ഒന്ന് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും അതിന്റെ കൈയൊക്കെ വല്ലാണ്ട് മൂവ് ചെയ്യുകയും ഡാൻസിങ് മൂവ്മെന്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരികയൊക്കെ ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ, സംസാരിക്കാൻ കഴിയത്തില്ല. ആ കുട്ടി ഇന്ന് സംസാരിക്കുന്നില്ല, പക്ഷെ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ മച്ച് ഹി റെസ്പോണ്ടഡ് ടു ആയുർവേദിക് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ഒരു 2-3 കോഴ്സസ് ഓഫ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴത്തേക്കും അവൻ തനിയെ എണീറ്റിരിക്കുന്ന സിറ്റുവേഷനായി. ആ എണീറ്റിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഹി വാസ് ഏബിൾ ടു ഗെറ്റ് അപ്പ് ഫ്രം ദ ഫ്ലോർ. പക്ഷേ അവിടെ യു ക്യാൻ ക്ലിയർലി സീ ദ ഡാൻസിങ് മൂവ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് അവരുടെ സ്റ്റെബിലിറ്റി ഒരിക്കലും കിട്ടത്തില്ല, അല്ലെ? ഇത് നേരെ നിന്നാൽ പോലും നമ്മൾ വീണ് പോകാറുണ്ട്. അപ്പൊ ഈ ഡാൻസിങ് മൂവ്മെന്റ് വെച്ച് ഹി വാസ് മോർ എന്തൂസിയാസ്റ്റിക് ടു ഗെറ്റ് അപ്പ് ഫ്രം ദ ഫ്ലോർ. പക്ഷെ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടൊരു ഫോളോ വരും. അങ്ങനെ ഒരു 8 to 9 months ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ്. അപ്പോൾ ഇതില് ജനറലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇത്തരം കേസസിൽ മോഡേണിൽ അറിയാമല്ലോ, ഒരു ഫിസിയോതെറാപ്പി നമ്മൾ മാത്രം കൊടുക്കും. നമുക്ക് ഒരു പരിധിയിൽ കൂടുതലുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ്സ് ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് ഇത് ആദ്യം നടക്കാൻ തുടങ്ങിയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. വളരെ ഹാപ്പി. അവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്, അവിടെ ആ സ്ലോപ്പിലൂടെയും വീഴാതെ ഹി വാസ് ഏബിൾ ടു വാക്ക്. അപ്പോൾ ഇതൊരു വലിയ ഇംപ്രൂവ്മെന്റ് ആണ് ആസ് ഫാർ ആസ് ദാറ്റ് പർട്ടിക്കുലർ കിഡ് ഈസ് കൺസേൺ. ഓക്കെ, കേസ് നമ്പർ 2 വരുമ്പോൾ ഇതില് ഒരു
ഒരു 7-year-old കുട്ടിയാണ്. ഇനബിലിറ്റി ടു സ്റ്റാൻഡ് ആൻഡ് വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്. ഇത്തരം കേസസ് ട്രിവാൻഡ്രത്ത് പഠിച്ചവർക്ക് കൂടുതൽ കേസസ് കണ്ടിട്ടുണ്ടാവും. ഈ കുഞ്ഞിന്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ നടക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഒരു 2-3 സ്റ്റെപ്സ് വെച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് വീണ് പോവുകയാണ്. ഇത്രയും കേസസ് എല്ലാം പാലിയേറ്റീവ് ഒരു ന്യൂറോളജിക്കൽ കേസസിലേക്കാണ് പോകുന്നത്. ആ കുട്ടിയുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവന് സൈസിൽ വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. യു ക്യാൻ സീ ദാറ്റ് ഒരു 6 months ഗ്യാപ്പിലാണ് ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ്. ഹി വാസ് ഏബിൾ ടു റീഗെയിൻ ഹിസ് എബിലിറ്റി ടു ഗെറ്റ് അപ്പ് ഫ്രം ദ ബെഡ് ആൻഡ് യു ക്യാൻ സീ ദ വൈഡ് സ്റ്റെപ്പിംഗ് ഗെയിൻ. ഇത് ഒരു നല്ല മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ഒരു നോർമൽ സ്കൂളിൽ പഠിക്കും. ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെയൊക്കെ ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ്. അപ്പൊ നമ്മളെപ്പോഴും നോക്കേണ്ടുന്നത് ഒരു പാലിയേറ്റീവ് സെഗ്മെന്റിലേക്ക് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് നോക്കൂ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു വെസ്റ്റ് സിൻഡ്രോം ആണ്. ഒരു ഫീമെയിൽ ബേബി 3 months ആണ്. യു ക്യാൻ സി ഹൗ മെനി കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുക അല്ലേ. ഇത് ഇങ്ങനെ ഒരു 40 to 46 times per day ആണ് ഈ കുട്ടിക്ക് ജനിച്ച് 1 മാസം കഴിഞ്ഞിടം മുതൽ ആദ്യത്തെ മൂവ്മെന്റ്സ് ഒന്നും അത്ര അൺനോട്ടീസ്ഡ് ആയിരുന്നു, പക്ഷെ പിന്നീട് ഇതുപോലെ മൂവ്മെന്റ്സ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുക, ഇമ്പ്രൂവ്മെന്റ് വന്നതാണ്. ഈ കുഞ്ഞിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഫ്ലിക്കറിംഗ് ഉണ്ട്, പക്ഷെ ഇത്രയും മാസീവ് ആയിട്ടുള്ള എപ്പിസോഡ്സ് വരുന്നത് കുറഞ്ഞു. പിന്നെ ലേറ്റർ ഓൺ ആഫ്റ്റർ 1.5 years when they took an EG was normal. പക്ഷേ ഈ ടെൻഡൻസി എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൽ ആഡ് ഓൺ ആയിട്ടാണ് വി വെയർ ഗിവിംഗ് ദ മെഡിക്കേഷൻ. അതായത് മോഡേൺ മെഡിസിൻ ആന്റി പ്രകാരം വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിനിന് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഓരോ എപ്പിസോഡും ബ്രെയിനിനെ ഫാറ്റീഗ് കൂടുതൽ ഉണ്ടാക്കുകയും മൈലിനേഷൻ ഡിലേ വരികയും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂറോണൽ മൈഗ്രേഷനും എല്ലാം ഇതായത് നോക്കുക. ആ ചിരിക്കുന്നത് പോലും ഒരു പ്രത്യേകതരം ട്വിച്ചിങ് മൂവ്മെന്റ് ആണ് ടുവേഴ്സ് വൺ സൈഡ്. പക്ഷെ ബേബി കുറച്ചുകൂടെ കോൺഷ്യസ് ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്തരം കേസസിലും നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് പാലിയേറ്റീവ് സെഗ്മെന്റിലേക്കാണ്. ആ കുട്ടിയൊക്കെ ഇന്നും ഫോളോ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞാണ്, കോട്ടയത്തുള്ള കുട്ടിയാണ്. നോക്കൂ, ഇങ്ങനെ ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് ഉള്ള പല ഡിഫറെന്റ് പാറ്റേൺ ആണ്. നമുക്കൊരു 10 സീഷർ കിട്ടുമ്പോൾ ചിലപ്പോൾ 10 തരത്തിലായിട്ടുള്ള അപ്പോൾ റൂട്ട് ഓഫ് അതിന്റെ മെയിൻ സൈറ്റ് ഓഫ് ഒറിജിൻ ഓഫ് ദി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ തന്നെ, ഉദാഹരണത്തിന് ഈ ബ്രീത്തിങ്ങുമായിട്ടും കാർഡിയക് ആക്ടിവിറ്റിയുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്തുള്ള സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ വ്യാനനെയും പ്രാണനെയും ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് ചികിത്സ കൊടുക്കുമ്പോൾ അത് വ്യത്യാസം വരുന്നു. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഫേഷ്യൽ ട്വിച്ചിങ് കാണുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നില്ലേ. ഇപ്പൊ ഇവിടെയൊക്കെ വ്യാനനും പ്രാണനും കൂടെ ചേർന്നിട്ടുള്ള ഇതാ കൊടുക്കുക നമ്മൾ. അതുപോലെ കൈയും കാലിലും വരുമ്പോഴത്തേക്കും തന്നെ വ്യാനനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ സമാനന്റെ കാലം ഏതാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് സീഷർ ഒക്കറൻസിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ, ഇങ്ങനെ പഞ്ചവായുക്കളെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഇത്തരം കേസസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഒരു കുട്ടിയിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുമ്പോൾ അവൾ വളരെ വല്ലാണ്ട് അലറി വിളിച്ച് കരയുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ബിഹേവിയർ പീഡിയാട്രിക്സിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്ത് നോക്കി. അവസാനം സസ്പീഷൻ വന്നത് എന്തെന്നറിയാമോ, അതിൽ EG നേരത്തെ എടുത്തു നോക്കിയിട്ടുണ്ട്, പക്ഷെ ആ EG എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോർമൽ. കാരണം എന്താ, ഈ ഒരു ഇറ്റൽ ഫേസിൽ മാത്രമായിരിക്കും ഈ സിംറ്റം ഉണ്ടാവുക. അങ്ങനെ ആ കുട്ടി ഒരു ബിഹേവിയർ പീഡിയാട്രിക്സിലെ ഒരു പാലിയേറ്റീവ് സെഗ്മെന്റിൽ എന്തൊക്കെയോ മെഡിസിൻസും ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഈ സസ്പീഷൻ വെറുതെ വിട്ടില്ല. നമ്മൾ റെഫേർഡ് ദ കേസ് ടു ശ്രീ ചിത്ര ഫോർ റിവ്യൂ. അവസാനം പറഞ്ഞു അതൊരു ഓക്സിപിറ്റൽ ലോബിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക തരത്തിലെ സീഷർ ഡിസോർഡർ ആയിരുന്നു എന്നാണ്. അപ്പൊ അതുണ്ടാക്കിയ ഇമ്പാക്ട് വാസ് ഹ്യൂജ്. കാരണം അതിനകത്ത് അത് പിന്നെ മോണിറ്റർ ചെയ്ത് അവസാനം അത് കൺഫേം ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മുടെ അവിടെ നിന്നാണ് ഡയഗ്നോസിസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രീത്രയിലേക്ക് ഒരു റെഫറൻസ് പോയതൊക്കെ. അപ്പോൾ ആ കുട്ടി ഇപ്പോഴും റെഗുലർ ഫോളോ അപ്പിൽ പോകുന്നുണ്ട്. ഈ പറയുന്ന പോലത്തെ മാസീവ് എപ്പിസോഡ്സ്, സ്കൂളിൽ നിന്ന് വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ കുഴഞ്ഞു വീഴും. അപ്പോൾ ഇരുട്ട് വീണ് കഴിയുമ്പോൾ പിന്നെ അമ്മ അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പ്യൂപ്പിൾ രണ്ടും അങ്ങ് ഫുള്ളി ഡയലേറ്റഡ് ആവും.
അപ്പോൾ ഫുള്ളി ഡയലേറ്റഡ് ആണ്. അത്രയും ഡയലേറ്റഡ് ഒരു പ്യൂപ്പിൾ ഞാൻ കണ്ടിട്ടില്ല. ഇതെങ്ങനെ ഈ എപ്പിസോഡ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള തോന്നുന്ന സമയത്തൊക്കെ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഈ കോള് വരുമ്പോൾ നമ്മൾ ഓടി ആ മൊമെന്റിൽ അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. എത്തിയിട്ട് അത് നോക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി വരുന്നത് പീഡിയാട്രിക് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ആണ്. അതും പാലിയേറ്റീവ് സെഗ്മെന്റിലാണ് എല്ലാ കേസസും വരുന്നത്. അതിൽ നോ ക്യൂർ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് എന്നുള്ളതാണ് ഒരു ജനറൽ ഇത്. they focus on the symptomatic relief only without altering the disease progression. So this results in permanent disability or death. ഇങ്ങനത്തെ ചില കേസസ് ഉണ്ട്. we can straight away go through the cases. Okay, ഒരു 11-year മെയിൽ ചൈൽഡ് ആണ്. ഞങ്ങളുടെ കോവിഡിന്റെ സമയത്ത് we were working in government Ayurveda College Hospital and we have admitted him, inability to walk even with support, 1.5 years. ഡ്യൂറേഷൻ 1.5 years. അതുവരെ നോർമലി ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ്. പെയിൻ ഓവർ ദ ലോ ബാക്ക് റീജിയൻ 6 months ആയിട്ടുണ്ട്. സ്ലോനെസ് ഓഫ് ദ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഡിഫിക്കൽട്ടി ഇൻ ചൂയിങ്, സ്വലോയിങ് ഫുഡ്, ദ ടങ് ട്രെമർ ഡെവലപ്പ് ചെയ്തു. സ്ലോനെസ് ഓഫ് ദ സ്പീച്ചും വന്നു. അപ്പാരന്റ്ലി നോർമൽ ടിൽ 9 years. ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല സ്കോളാസ്റ്റിക് പെർഫോമൻസിൽ സ്കൂളിൽ നിന്നാണ്. ഒരു 2018 ഒരു ഫാൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഫോർ എ പീരീഡ് ഓഫ് 1 minute. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് അതിന്റെ ഒരു പ്രൊഡ്രോമൽ സിംറ്റം ആയിട്ട് വന്നതായിരുന്നിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഗ്രാജുവലി ഹി ഡെവലപ്പ് ഡിഫിക്കൽട്ടി ഇൻ വാക്കിംഗ് ആസ് ദ റൈറ്റ് ഫുട്ട് ടേൺഡ് ഇൻ ഔട്ട്വേർഡ്സ്. അങ്ങനെ വന്നു. സ്ലൈറ്റ് പെയിൻ നീല് വരുന്നു. അങ്ങനെ ഓരോരോ സിംറ്റംസ് ഡെവലപ്പ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? ഗ്രാജുവലി ഹി ഡെവലപ്പ് സ്ലൈറ്റ് റിജിഡിറ്റി ഓഫ് ദ റൈറ്റ് അപ്പർ ലിം, കൈ ഫ്ലെക്സ്ഡ് ആയി, ആൻഡ് ഫ്ലെക്ഷൻ അറ്റ് ദ റൈറ്റ് എൽബോ ആൻഡ് റിസ്റ്റ്, ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്, എല്ലാം പ്രശ്നമായി. സിവിയർ പെയിനും ഒരു സിംറ്റം ആയിരുന്നു. ദ കേസ് വാസ് ഡയഗ്നോസ്ഡ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് റൈറ്റ് ഹെമി പാർക്കിൻസോണിസം വിത്ത് ഹെമി ഡിസ്റ്റോണിയ ആൻഡ് മൾട്ടിഫോക്കൽ മയോക്ലോണസ്, probable left hemispheric focal encephalitis versus left MCL acna stroke. Rigidity of all the 4 limbs, നല്ല കോഗ്വീൽ ടൈപ്പ് റിജിഡിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫറ്റീഗ് ഓഫ് ഫേഷ്യൽ മസിൽസ്, അതുകൊണ്ട് ചൂയിങ് ഒന്നും പറ്റത്തില്ല. സ്പീച്ച് ഒക്കെ ഷാലോ ആയി. ആ കുട്ടീനെ നമ്മൾ EEG എന്താണ്, നോൺ സ്പെസിഫിക് ഡിസ്റ്റർബൻസ് ഓഫ് ഇലക്ട്രോഫിസിയോളജി ഫങ്ഷൻസ് ഓവർ ദ ലെഫ്റ്റ് ടെമ്പറൽ റീജിയൻ. എന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പ്രശ്നങ്ങളാണ്. ഒരുപാട് MRI ബ്രെയിനിലും ഈ ഹൈപ്പർ ഇന്റൻസിറ്റി, അത് പോസ്റ്ററോലാറ്ററൽ ആസ്പെക്ട്, അത് ലെഫ്റ്റ് പുട്ടാമനും, ഇൻക്രീസ്ഡ് പെർഫ്യൂഷൻ ഇൻവോൾവിംഗ് ദ ലെഫ്റ്റ് ഫ്രോണ്ടോ ടെമ്പറൽ ലോബും, ലോബ്സിൻ ഈ പറഞ്ഞ പോലെ എന്തുവാണ് എന്താണ് ലാക്റ്റേറ്റ് പീക്ക് ഫ്രം ബൈലാറ്ററൽ ബേസൽ ഗാംഗ്ലിയോൺ റീജിയൻ. ഇങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഫൈൻഡിങ്സ് ആണ് ഈ ഒരു കുട്ടിയിൽ ഉണ്ടായത്. നമ്മൾ ഹയർ മെന്റൽ ഫങ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ റിസെപ്റ്റീവ് ലാംഗ്വേജ് ഉണ്ട്, പക്ഷേ എക്സ്പ്രസീവ്, ഈ സംസാരിക്കാനുള്ള ഫേഷ്യൽ മസിൽ റിജിഡിറ്റി ഒക്കെ കൊണ്ട് മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു സ്പീച്ച് മാത്രമാണ്. പവർ ഒക്കെ എക്സാജറേറ്റ്. ഓൾ ദി അപ്പർ മോറോ ന്യൂറോൺ റീജിയൻസ് ക്യാൻ ബി വെരി വെൽ സീൻ. യു ക്യാൻ സീ ദാറ്റ് ദ ചൈൽഡ്സ് ലെഫ്റ്റ് ഫുട്ട് ഒരു ആർച്ചിങ് പോലെ, ജസ്റ്റ് ഒരു ഫ്ലിക്കറിങ് മൂവ്മെന്റ് മാത്രമാണ്. ഒന്ന് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ കാലിങ്ങനെ ഒന്ന് മൂവ് ചെയ്യും. അത്ര മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു വിത്തിൻ എ വീക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തത് അവന് കൈ പതിയെ എഗൻസ്റ്റ് ഗ്രാവിറ്റി, കട്ടിൽ കിടന്നുകൊണ്ടാണ്, അത് ആ വീഡിയോ തിരിക്കാൻ പറ്റിയില്ല. നോക്കൂ. പക്ഷെ ടങ് ട്രെമർ അന്നും വളരെ ടിപ്പിക്കൽ ഫീച്ചർ ആയിട്ട് ഒരു ട്രെമർ പോലെ, ഒരു സിമ്പിൾ ഫാസിക്കുലേഷൻ പോലെ അല്ല അത്, ഇറ്റ് വാസ് ലൈക്ക് എ ട്രെമർ. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനെ ഒരു വലിയ ഹൈലി കോംപ്ലിക്കേറ്റഡ് ഒരു ഡയഗ്നോസിസിലൂടെയൊക്കെ കൊണ്ടുപോയി. നമുക്ക് അതൊന്നും ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. പ്രസാമ ധാതുപാകജനിത ധാതുക്ഷയിച്ച വാദോത്തര വാദശോണിതെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഇപ്പൊ നോക്കൂ, വിത്തിൻ ഒരു 3 weeksനിടയിൽ തന്നെ അവന്റെ ട്രെമർ ഡിസപ്പിയർ ചെയ്തു. നോർമലി നമ്മൾ നാക്ക് നീട്ടുമ്പോൾ ഉണ്ടാകാവുന്ന മൂവ്മെന്റ് പോലെയാണ്. അത് കഴിഞ്ഞ് ഹി സ്റ്റാർട്ടഡ് എലിവേറ്റിംഗ് ഹിസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലോവർ ലിംസ്. അത് കഴിഞ്ഞ് ഒരു കോവിഡിന്റെ കാലഘട്ടം ആയതുകൊണ്ട് അവരെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു 2 months ഒക്കെ അവൻ അഡ്മിറ്റഡ് ആയിരുന്നു. ഇതില് ആദ്യത്തെ 3 ആഴ്ച അവന്റെ ദേഹത്തേക്ക് ഒന്നും പുരട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓൺലി ഇന്റേണൽ മെഡിക്കേഷൻസ്. അത് കഴിഞ്ഞ് വളരെ ഇതായിട്ട് ഒരു രൂക്ഷസ്വേദം മാത്രമാണ് ആദ്യത്തെ ഒരു 6 ആഴ്ചയോളം നമ്മൾ ചെയ്തിരുന്നത് എന്നുള്ളത് ഓർക്കുക. നമ്മളിതൊന്നും എണ്ണ തൊടുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്തിട്ടേ ഇല്ല. വളരെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവൻ എടുത്തുകൊണ്ട് വന്ന ആ കുട്ടി, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ഇതൊരു പാലിയേറ്റീവ് കേസ് ആണ്, 100% പാലിയേറ്റീവിലാണ്. അപ്പൊ അവന് ആക്ച്വലി ഈ പാർക്കിൻസോണിയൻ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും മറ്റ് ഡ്രഗുകൾ കൂടെ കൊടുക്കേണ്ടി അതിനൊരു
ഒപ്പീനിയൻ ഈ അമ്മ ചോദിച്ചു. നമ്മൾ പറഞ്ഞു എന്താണോ ശ്രീചിത്രയിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് യു ഹാവ് ടു ഫോളോ ദാറ്റ്. അപ്പൊ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ഇനിയിപ്പോ. പക്ഷെ ഇതിന് നേരത്തെ അവരൊരു സ്റ്റെപ്പ് ട്രൈ ചെയ്തിരുന്നു, പക്ഷെ ഹി വാസ് നോട്ട് റെസ്പോണ്ടിങ് ടു ദ ഡ്രഗ് ഇൻ എ പോസിറ്റീവ് വേ. നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഒരു 1 month കഴിഞ്ഞ് അവൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് ശ്രീചിത്രയിൽ റിവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ ഇമ്പ്രൂവ്മെന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ദേ ഹാവ് ഇൻട്രൊഡ്യൂസ് ലിവോഡോപൈൻ സ്മോൾ ഡോസസ്. പക്ഷെ അതുകൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ഒന്ന് നോക്കൂ, അവന് ഹി വാസ് നോട്ട് റെസ്പോണ്ടിങ് ടു എനി ഓഫ് ദ ട്രീറ്റ്മെന്റ് ഇൻ മോഡേൺ മെഡിസിൻ. ഓക്കെ, ദിസ് ഈസ് അനദർ കേസ്. ഇത് ഒരു പിക്ചറാണ്. യു ക്യാൻ സീ ദ ഡിഫോമിറ്റീസ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ്. ഇതും കാണാം. ഇവിടെ ഇതേപോലെ ആർച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ലോവർ ലിംബ് ലെഫ്റ്റ് ഫൂട്ട് നിങ്ങൾക്ക് കാണാം. റൈറ്റും അതുപോലെ തന്നെയാണ്. ടോട്ടലി ബെഡഡ്, ന്യൂറോഫൈബ്രോമ ഇത്യാദി സാധനങ്ങളുള്ളൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. ഈ കേസ് നമ്മൾ ഇതിൽ സർവൈക്കൽ റീജിയനിൽ ഒരു ന്യൂറോ ഫൈബ്രോമ ഉണ്ട്. ആ ന്യൂറോ ഫൈബ്രോമ വാസ് ഇൻ ഒരു ഡിഫിക്കൽട്ട് ലൊക്കേഷൻ ബിറ്റ്വീൻ C5 ആൻഡ് C6. അത് വെരി അഡ്ജസൻറ്റ് ടു ദ സ്പൈനൽ കോഡാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഓൺലി ഇന്റേണൽ മെഡിസിൻസ് വർ ഗിവൺ ഫോർ എ പീരീഡ് ഓഫ് 1.5 months. ഒരു 3 weeks കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയും എന്താ കൈ എക്സ്റ്റെൻഡ് ചെയ്തത് കണ്ടോ? 2 കൈയും വളഞ്ഞുകൂടി ഫിക്സഡ് ആയിട്ടിരുന്ന റിജിഡ് ആയിട്ടിരുന്ന കൈയാണ്. ടിപ്പിക്കൽ പാലിയേറ്റീവ് ആണ്. മാംഗ്ലൂരിൽ ഫാദർ മുള്ള ഹോസ്പിറ്റലിലാണ് ഏറ്റവും ഒടുവിൽ കൺസൾട്ട് ചെയ്തത്. അവർ പറഞ്ഞു കുട്ടി ഇനി വീട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, ഇതൊരു പ്രോഗ്രസീവ് സിറ്റുവേഷൻ ആണ്, ഷീ മേ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് അപ്പ് ഫ്രം ദ ബെഡ്. അതായിരുന്നു സജഷൻ. പക്ഷേ ഷീ ഇംപ്രൂവ്. അതായത് എന്നെ പോലും അത്ഭുതപ്പെടുത്തി എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. നോക്കൂ, 1 മാസം ആയപ്പോഴത്തേക്ക് ആ കുട്ടി ഇതില് ശ്രദ്ധിക്കുക, ഈ കുട്ടിയുടെ ദേഹത്ത് എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ ഒരു പ്രൊസീജിയറോ ഒന്നും ചെയ്തിട്ടില്ല. ഓൺലി ഇന്റേണൽ മെഡിസിൻസ് വൈക്കിപ്പാൻ. അപ്പോൾ പാലിയേറ്റീവില് പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഏറ്റവും മോസ്റ്റ് സയന്റിഫിക്കലി സൗണ്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സപ്പോർട്ട് എ ലോട്ട് ഓഫ് പാലിയേറ്റീവ് കേസസ്. ഇനി ഇതിന്റെ നോക്കൂ, 1 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ കസേരയിൽ എടുത്തിരുത്തണം. പക്ഷേ ഒരു one fine day she started moving her sideways. ഇത് കണ്ണൂരായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്തതാ. എൻ്റെ എല്ലാ കേസസും തിരുവനന്തപുരം, തൃപ്പൂണിത്തുറ, കണ്ണൂർ കോളേജുകളിലെ കേസസ് ആണ്. അപ്പം നോക്കൂ, ഇത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് 3 മാസത്തെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ന്യൂമോണിയ വന്നിരുന്നു ഈ കുട്ടിക്ക്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ 2 ആഴ്ച അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഡിസ്ചാർജ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞ് റിവ്യൂവിന് വരാൻ പറഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവൻ എൻ്റെ ജൂനിയർ ഡോക്ടേഴ്സ് അറിയുന്നുണ്ടായിരുന്നു ഈ കുട്ടി ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളത്. അവർ എൻ്റെ അടുത്ത് പറയാതെ വെച്ചു, എനിക്ക് സസ്പെൻസ് തരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ പെൺകുട്ടി ഇതുപോലെ കക്ഷത്ത് കൈ പിടിച്ചപ്പോൾ നടന്നിങ്ങി വന്നു. ഇത് വലിയൊരു അത്ഭുതമായി. അതുകൊണ്ട് ഞാൻ ആ കുട്ടി സെക്കൻഡ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് അഡ്മിഷന് വന്നതിൻ്റെ അന്നത്തെ വീഡിയോയാണിത്. ഇത് ഒരു റാപ്പിഡ്ലി ഒരു പ്രോഗ്രസിങ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആയിരുന്നു. പക്ഷെ അത് റിവേഴ്സിബിൾ ആയി എന്ന് മാത്രമല്ല, ഈ കുട്ടിക്ക് മെനാർക്കി വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ആ കുട്ടി ഈ ട്രീറ്റ്മെന്റ് പീരീഡിലാണ്. അപ്പോൾ ഓരോ ധാതുവിലും അത് പുഷ്ടി ഉണ്ടായതിനനുസരിച്ച് ആ കുട്ടി ഇന്നും ഇതേ അവസ്ഥയിൽ സുഖമായിട്ട് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി ജീവിക്കുന്നതായിട്ടാണ് എനിക്ക് കണ്ണൂരുള്ള എൻ്റെ കൊളീഗ്സ് എന്നെ അറിയിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഇത് നമ്മൾ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ ദർ ഈസ് നോ സ്കോപ്പ് ഫോർ എ ക്യൂർ എന്ന് പറഞ്ഞാൽ അവരെ അമ്മ ഒരു ചേച്ചിയൊക്കെ ഇവിടെ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുക വരും. അവർക്കൊക്കെ ഇത് അത്ഭുതമായിരുന്നു. ഈ കുട്ടി ആദ്യം വന്നപ്പോൾ ഉള്ള വീഡിയോ ഇവിടെ പലരും നഴ്സുമാർ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ഒരു പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് ഡെഫിഷ്യൻസി. ഇത്തരം കുഞ്ഞുങ്ങളെ മുഴുവനും നമ്മൾ പാലിയേറ്റീവ് സെഗ്മെന്റിലേക്ക് തള്ളിവിടുകയാണ് പതിവ്. നോക്കൂ, ഇതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡ് സീഷർ വന്നു. ഒരു പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് ഡെഫിഷ്യൻസി ഉണ്ട്, ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ, ഫെയിലിയർ ടു ത്രൈവ്, സിവിയർ അണ്ടർ ന്യൂട്രീഷൻ, മോഡറേറ്റ് സ്റ്റണ്ടിങ്, മോഡറേറ്റ് അക്യൂട്ട് മാൽ ന്യൂട്രീഷൻ. ഇത്രയും ഉണ്ട്. ഈ കൊച്ചൊന്നും ഇല്ലാത്ത വീട്ടിലെ അല്ല എന്നുള്ളത് ഓർക്കുക. ഈ കുഞ്ഞിനെ പൈറുവേറ്റും ലാക്ടേറ്റും CRP എല്ലാം
ഒരു ഹയസ്റ്റ് ലെവലിൽ നിൽക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും 4.27ഉം 4.68ഉം ഒക്കെ ആയിട്ട് ഇതെല്ലാം എലിവേറ്റഡ് വാല്യൂസ് ആണ്. ഈ വാല്യൂസ് ഉണ്ട കുഴപ്പം എന്താണ്? ഈ മെറ്റബോളിക് സാധനങ്ങൾ അബ്നോർമൽ റേഞ്ചിലേക്ക് പോകുമ്പോൾ ക്യാൻ ഇനീഷ്യേറ്റ് സീഷർ ഡിസോർഡർ. അങ്ങനെ റിപ്പീറ്റഡ്ലി പ്രോബ്ലംസ് വരികയും കുട്ടി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ നോക്കൂ, അമോണിയയൊക്കെ 67.1 ആണ്. അപ്പോൾ ഈ അമോണിയ, ലാക്ടേറ്റ്, പൈറുവേറ്റ് ഇതൊക്കെ കൂടി അബ്നോർമൽ വാല്യൂസിലേക്ക് പോകുന്നതനുസരിച്ച് ഈ കുഞ്ഞ് സീഷേഴ്സിലേക്ക്, റിപ്പീറ്റഡ് സീഷേഴ്സിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വന്നു. പക്ഷേ വിത്തിൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം 2019 നവംബറിലെ കാര്യങ്ങളാണെങ്കിൽ 20 ജൂലൈ, അതായത് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months വി were able to reduce the pyruvate to the normal level. നോക്കൂ, ലാക്ടേറ്റും അമോണിയയും ഒക്കെ, അതിൽ ലാക്ടേറ്റ് മാത്രം വീണ്ടും ഒരു എൻഹാൻസ്മെന്റ് കാണിച്ചെങ്കിലും അമോണിയ കുറഞ്ഞു, അതേപോലെ പൈറുവേറ്റ് കുറഞ്ഞു. വീണ്ടും നമ്മൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനം പൈറുവേറ്റും നോർമൽ റേഞ്ചിലേക്ക് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം കൂടെ എടുക്കുന്നത് 6 months to 9 months, ചിലപ്പോൾ 1 year ഒക്കെ ആയിട്ടായിരിക്കും സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. കാര്യം അത്രയും കുഞ്ഞ്, ഒരു വയസ്സായ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് നമ്മൾ മെഡിസിൻ ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് ഈ ലെവലിലാക്കിയേക്കുന്നത്. ആ കുട്ടി ഇപ്പോ നോക്കുക, ഈ കുട്ടിക്ക് ഹെഡ് കൺട്രോൾ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കുഞ്ഞ് ഇന്ന് ഷീ ഈസ് ട്രൈയിങ് ടു വാക്ക് വിത്ത് സപ്പോർട്ട്. നോക്കൂ, വേറെ ഒരു ഇതും കൊടുക്കുന്നില്ല. കാലൊക്കെ കുറച്ച് ഔട്ട്വേർഡ് ആയിട്ടൊക്കെ പോകും, അല്ല റൈറ്റ് ലോവർ ലിംബിന് കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ ഐ എം ഷുവർ ദാറ്റ് നമുക്ക് ഈ ഒരു മെറ്റബോളിക് അനോമലിയെ നമുക്ക് ഒരു പാലിയേറ്റീവ് സെഗ്മെന്റിൽ നമ്മൾ വളരെ ശുഷ്കാന്തിയോടുകൂടി ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോൾ ആ കുട്ടി ഇംപ്രൂവ് ചെയ്യുന്നത് നോക്കൂ. ഇപ്പൊ ആ കുട്ടിക്ക് അപ്പർ ട്രങ്കിന് വെയിറ്റ് ഉള്ളതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ്. നൗ ഷീ, അല്ല ലേറ്റസ്റ്റ് അല്ല, സോറി, ഒരു 6 മാസം മുമ്പുള്ള വീഡിയോ. ലേറ്റസ്റ്റ് വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല, സോറി. ഇപ്പൊ അവള് ഷീ ഈസ് ഏബിൾ ടു ഗെറ്റ് അപ്പ് ഫ്രം ദ ഫ്ലോർ വിത്ത് സപ്പോർട്ട്. പക്ഷെ ഇത്തരം കേസസിൽ ഒരിക്കലും ഉണ്ടാവില്ല. അവരുടെ ട്രീറ്റ് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റിന് തന്നെ ഇതൊരു അത്ഭുതമാണ്, ഈ കുട്ടി ഇങ്ങനെ ഇത്രയും ഡെവലപ്മെന്റ്സ് അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കേസ് വെച്ചാൽ മ്യൂക്കോപോളിസാക്കറിഡോസിസ്. എന്ന് വെച്ചാൽ എന്തിനാണ് ഈ വെറൈറ്റി കേസസ് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ഏത് കേസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എവിഡൻസ് തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഇത് വെറുതെ ബൂസ്റ്റ് ചെയ്യുന്നതല്ല. ബിക്കോസ് വൈ ഐ എം ഷോയിങ് ഓൾ ദീസ് വീഡിയോസ് ടു യു, ബിക്കോസ് എന്താണ്, യു മസ്റ്റ് be motivated to do or to undertake the responsible cases, അല്ലെങ്കിൽ ഒരു എന്താണ് റയറസ്റ്റ് ഡിസോർഡേഴ്സിൽ ഉള്ള നമ്മുടെ പോസിബിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് സഞ്ജന ഈസ് ഹൈലി ലൈക്ലി ടു ബി അഫക്റ്റഡ് വിത്ത് ദി മ്യൂക്കോപോളിസാക്കറിഡോസിസ് 4A, മോർക്കിയോ-എ സിൻഡ്രോം എന്ന് പറയുന്നതാണ്. ആ കുഞ്ഞ് ഇപ്പോൾ ഇതിനേക്കാളും ഭയങ്കര ഫ്രോണ്ടൽ ബോസിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ഫോട്ടോസ് ഒന്നും നമുക്ക് എടുത്തു വെക്കാനൊന്നും പലപ്പോഴും തോന്നാറില്ലായിരുന്നു. പക്ഷെ ഇത് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷമാണ്. പക്ഷെ ഇന്ന് ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, ഈ കുട്ടി നൗ ഷീ ഈസ് അഡ്മിറ്റഡ് ഇൻ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആശുപത്രി അണ്ടർ ഡോക്ടർ ഷാജു. സർ ഈസ് ട്രീറ്റിംഗ് നൗ. ഓക്കെ, അപ്പൊ ഇതിൽ ഈ മോർക്കിയോ സിൻഡ്രോമിൽ ഒരുപാട് ടിപ്പിക്കൽ ഫീച്ചേഴ്സുമായിട്ടാണ് ആ കുഞ്ഞ് നിന്നത്. അവള് അതിൽ നിന്നെല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. അവളുടെ കൂടെയുള്ള കുട്ടികളൊന്നും ഇതേ സിറ്റുവേഷനിലല്ല. ഇത് വേറൊരു കേസാണ്. ഇത് വീണ്ടും ഒരു ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ വിത്ത് സ്റ്റാറ്റിക് എൻസെഫലോപ്പതി. അത് ഡയഗ്നോസിസ് എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സ്റ്റാറ്റിക് എൻസെഫലോപ്പതി എന്നാണ്. അതായത് അതിനകത്ത് ഇനി ഫർദർ ആയിട്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അത് ടോർച്ച് ഇൻഫെക്ഷൻ, അതായത് അമ്മയ്ക്ക് റുബെല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതിന്റെ സെക്യുലായിട്ട് വന്നതാണെന്നും എസിമെട്രിക്കൽ വെൻട്രിക്കുലർ മെഗാലി വിത്ത് തിൻ കോർപ്പസ് കലോസം, ഇത്രയും ഉള്ള ഒരു കേസാണ്. എന്നിട്ട് ലൈക്ലി അറസ്റ്റഡ് ഹൈഡ്രോസെഫാലസ്. ഇത് എവിടുത്തെ റിപ്പോർട്ടാണെന്നറിയോ? ശ്രീചിത്രയിലെ റിപ്പോർട്ടാണ്. ഈ കുട്ടി ബ്ലൈൻഡും കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കുഞ്ഞിനെ നമ്മൾ ഒരു പാലിയേറ്റീവ് സെഗ്മെന്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഈ കുട്ടിയുടെ ഇംപ്രഷൻ CT സ്കാനിന്റെ നോക്കിയാൽ ഡിഫ്യൂസ് റിഡക്ഷൻ ഇൻ വൈറ്റ് മാറ്റർ, വോളിയം ഇൻ ബൈലാറ്ററൽ, ഫ്രോണ്ടൽ, പെറൈറ്റൽ, ഓക്സിപിറ്റൽ, ടെമ്പറൽ ലോബ്. ആലോചിച്ച് നോക്കൂ, എല്ലായിടത്തും ഡിഫ്യൂസ് റിഡക്ഷൻ ആണ്. മൈൽഡ് കോർട്ടിക്കൽ അട്രോഫി ഇൻ ബൈലാറ്ററൽ, ടെമ്പറൽ, പ്രോമിനന്റ് സർക്കിൾ സ്പേസസ്. ഡിഫ്യൂസ് തിന്നിങ് ഓഫ് കോർപ്പസ് കലോസം, ഹൈപ്പോപ്ലാസ്റ്റിക് ഇൻഫീരിയർ സെറിബെല്ല വേർമിസ്. ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഈ കുട്ടി ഇംപ്രൂവ് ചെയ്യില്ല. സ്മോൾ ഒന്നാമത് ബ്ലൈൻഡിങ്, ill-defined mildly hyperintense focus, suspected എന്തുവാണ് ടെർമിനൽ സോൺ ഓഫ് മൈലിനേഷൻ ആണെന്നാണ്. ആ കുട്ടിയെ നിങ്ങൾ കാണുക. ആ കുട്ടി ഇസ് നോട്ട് ബ്ലൈൻഡ് നൗ. ബ്ലൈൻഡ്നെസ് ഒന്നും ആ കുഞ്ഞിന് ഇല്ലാന്ന് മാത്രമല്ല,
നോക്കൂ, ഒരു കടൽ തീരത്ത് നനഞ്ഞ മണ്ണിലൂടെ അവളുടെ അച്ഛൻ്റെ അടുക്കൽ നിന്ന് അവളവിടെ അമ്മയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി വരിക. കാഴ്ചയില്ലാത്തതല്ല, കാഴ്ച റീഗെയിൻ ചെയ്തു എന്നുള്ളതാണ്. നല്ല പൂച്ചക്കണ്ണൊക്കെ ഒരു സുന്ദരി കൊടുക്കുകയാണ്. പക്ഷെ അത്രയും ഒരു ബാഡ് ഷേപ്പിൽ നിന്ന് വി വേർ ഏബിൾ ടു ചേഞ്ച് ദ ലൈഫ് ഓഫ് എ കിഡ്. ഇത് അവൾ ആദ്യമായി നടന്ന ദിവസം ആ അമ്മ സന്തോഷം കൊണ്ട് എടുത്തിട്ട് എനിക്ക് ഇട്ട് തന്നു. അതിനുശേഷം നടക്കാൻ കൊണ്ടുപോയത് അത് എൻ്റെ ഒരു ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കടൽ തീരത്ത് കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് നടത്തിക്കാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് അവൾ ഓടിയ ആ ഒരു സന്തോഷം മൊമെന്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ പാലിയേറ്റീവ് കെയർ പീഡിയാട്രിക്സ് വരുമ്പോൾ എല്ലാ പ്രതീക്ഷയും അറ്റത് എന്നുള്ളൊരു സങ്കല്പം നിങ്ങൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇനി ഇതൊരു മെയിൽ 3 year old കുട്ടിയാണ്, കെയിം ഫ്രം ന്യൂഡൽഹി. അത് പ്രീ ടൈം ആണ്. ബർത്ത് വെയ്റ്റ് 770 gram. നിയോനേറ്റൽ സീഷ്യസ്, മെനിഞ്ചൈറ്റിസ്, ഹൈഡ്രോസെഫാലസ്, ഒരു കുഞ്ഞിന് എന്തൊക്കെ വരാമോ അതെല്ലാം വന്ന് അങ്ങനെ ഈ കുട്ടി നമ്മുടെ ഗുരുനാഥനായിരുന്ന ഷാജഹാൻ സാറിനെ ഓൺലൈനിൽ എങ്ങനെയോ കിട്ടി. അങ്ങനെ ഷാജഹാൻ സാർ എൻ്റെ നമ്പർ കൊടുത്തു. അങ്ങനെ കണ്ണൂർ വന്ന് അവിടെ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് അവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് ഷൻ സർജറി ഫോർട്ടിസ് ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ ചെയ്തത്. അത് ഇത്ര ഹൈലി ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. എപ്പോഴും കരയുകയും ഇന്റർമീഡിയറ്റ് ആബ്സെന്റ് സീഷേഴ്സും ചോക്കിംഗ് സ്പെൽസ് എന്ന് വേണ്ട ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ്. ഈ 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത്. അത് 1.5 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഹൈഡ്രോസെഫാലസിന്റെ സർജറി ഒക്കെ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ്സ് എല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജൻസും ഡൽഹിയിലും നിംഹാൻസിലും വെല്ലൂരും പറഞ്ഞ കേസാണ്. നിങ്ങൾ യു ജസ്റ്റ് ഗീവ് ദ സപ്പോർട്ടീവ് തെറാപ്പീസ്, അത്രയേ ഉള്ളൂ. ഹി മേ നോട്ട് ഇംപ്രൂവ് മച്ച് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചുപോയി. ഡെലിവറി കഴിഞ്ഞിട്ട് 3rd day മരിച്ചു പോയതാണ്. നല്ല ഷോക്കും. ഇത് കണ്ണൂർ വെച്ച് ആ കുട്ടി അറ്റൈൻ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഈ കുട്ടി ഞാൻ അങ്ങോട്ട് പോയോ പിന്നാലെ ഒരു തിരുവനന്തപുരത്തേക്ക് വന്നു. അങ്ങനെ ലാസ്റ്റ് ടൈം ഹി വാസ് ഏബിൾ ടു വാക്ക് വിത്ത് സപ്പോർട്ട്. ഹെഡ് കൺട്രോൾ പോലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ കുട്ടിയാണ്. നൗ ഹി ഈസ് ഏബിൾ ടു വാക്ക്. ഈ കുട്ടി ലേറ്റസ്റ്റ് വീഡിയോ ഇതുമല്ല, ഹി ക്യാൻ വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്. അതിൽ ഒരു ലോ ബാക്കിൽ അവൻ്റെ ഒരു ഹിപ്പിന് ഒരു ചെറിയ ഡെവലപ്മെന്റൽ ഡിസ്പ്ലാസിയ ഉണ്ട്. ആ ഡിസ്പ്ലാസിയ ഉള്ളത് കൊണ്ട് അവന് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ് പോകും. ആ ഒരു ബ്രേസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഹി ക്യാൻ വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്. ഇത് നോക്കൂ, എഡ്സ് ഡ്യൂഷൻ പാൾസി, ഈ പാലിയേറ്റീവ് സെഗ്മെന്റിലേക്ക് പോകാൻ സാധ്യതയുള്ള മറ്റൊരു കേസ്. ഇത് 14 ദിവസം പ്രായമുള്ള സമയത്ത് എടുത്തിരിക്കുന്ന ഒരു 14 തോന്നുന്നു. അതിന് മുന്നേ ഞാൻ കാണുന്നത് 15-ാം ദിവസമാണ്. അവർ അമൃതയിൽ റിവ്യൂവിന് പോയിട്ട് വരുന്ന വഴിക്ക് തൃപ്പൂണിത്തുറ വന്ന് കാണുക ചെയ്തത്. ആ കുട്ടി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. 7 days കൊണ്ട് ആ കുട്ടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന തലത്തിൽ നിന്ന് മാറി ഒരു ക്യൂറിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് വിഷയത്തെ കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യതകൾ എന്ന് പറയുന്നത്. നോക്കൂ, അത് കഴിഞ്ഞൊരു 10 days കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി, ഈ വീഡിയോ ഞാൻ ആദ്യം കാണിച്ച ഇത് ഏത് കൈയാണ് അഫക്റ്റഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് when I was working here in തൃപ്പൂണിത്തുറ. നോക്കൂ, അത് കഴിഞ്ഞ് ഗ്രാജുവലി ഓരോ സ്റ്റേജും അവൾ അറ്റൈൻ ചെയ്തതാണ്. അവൾ റൈറ്റ് ഹാൻഡ് വെച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. നോക്കൂ, വളർന്നു. ഇപ്പം അവളുടെ ആഗ്രഹം ഡാൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വലിയ കുട്ടി, ഇപ്പൊ എനിക്ക് തോന്നുന്നു 3-ാം ക്ലാസ്സിൽ പഠിക്കുമായിരിക്കും. അവള് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുക. 2 കൈ ഒരുപോലെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പാരന്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതും അതേമാതിരിയുള്ള ഒരു പാൾസിയാണ്. അത് അവനും ഇതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. അവന് ലെഫ്റ്റ് ഹാൻഡ് ആണ്. അവർ പ്രത്യേക രീതിയിലാണ് ആ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നത്. അതൊരു ഗ്രോസ് അനോമലി ആയിരുന്നു. അതിന്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരുന്നു. ഷോൾഡർ ഡിസോഷ്യ വന്നതാണ് ഡെലിവറിയുടെ സമയത്ത്. പക്ഷെ അവനെ ഒന്ന് ഉത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ കൈ വീശി പൊക്കി അതിൽ പിടിക്കും. പക്ഷെ ഹോൾ ബോഡി അതിന്റെ സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ADHD, ഓട്ടിസം തുടങ്ങിയുള്ള ഡിസീസസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും പാലിയേറ്റീവ് സെഗ്മെന്റിലാണ് നമ്മൾ ഇത്തരം കുഞ്ഞുങ്ങളെ വരുന്നത്. അപ്പോൾ അവിടെ സ്നേഹപാനം കൊടുത്തിട്ട് ഉണ്ടായ ഇമ്പ്രൂവ്മെന്റ് ഈ പറഞ്ഞ 10 മില്ലി 15 മില്ലിയൊക്കെയാണ് എൻ്റെ ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കൺസിഡറബിളി റെഡ്യൂസ് എന്നുള്ളത് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണുക. കോണേഴ്സ് റേറ്റിംഗ് സ്കെയിൽ 28 ആയിരുന്നു, 16 ആയിട്ട് കുറഞ്ഞു. അതൊരു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് വിത്ത് സിമ്പിൾ മെഡിക്കേഷൻസ്. അപ്പോൾ ഇത് ആയുർവേദത്തിൽ പോസിബിൾ ആണ്. പക്ഷെ അവിടെ റെപ്പറ്റീഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് അടുത്ത കേസ് എന്ന് പറയുന്നതാണ് ഒരു വണ്ടർഫുൾ കേസ്. അതൊരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ ഒരു ഹെപ്പറ്റോബിലിയറി ഇഷ്യൂ ആണെന്ന് സ്പെസിഫിക്കലി നമുക്ക് പറയാം.
ഇത് 64 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഞാൻ ട്രീറ്റ് ചെയ്ത കഥയാണ്. ആ കുട്ടി ഡയഗ്നോസ്ഡ് കേസ് എന്ന് പറയുന്നത് കൺജനിറ്റൽ ബിലിയറി അട്രീസിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ബർത്ത് വെയിറ്റ് 2.3 ആയിരുന്നു. 64th ഡേ ആയപ്പോൾ അത് കുറഞ്ഞിട്ട് 1.9 ആയി. ഭയങ്കര കൺസിസ്റ്റന്റ് വിത്ത് നിയോനേറ്റൽ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് ലിവർ ബയോപ്സി 42nd ഡേയിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ SIT ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ ഹിസ്റ്റോപത്തോളജി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോർട്ടൽ ഇൻഫ്ലമേഷൻ, സ്പോട്ടി നെക്രോസിസ് ആൻഡ് ബ്രൗൺ ബ്ലാക്ക് പിഗ്മെന്റ് ഇൻ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് കനാലിക്കുലെ. അപ്പോൾ അതായത് എല്ലാം ബ്ലോക്ക്ഡ് ആയിട്ട് ഇരിക്കുവാണ്, കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. അങ്ങനെ ബയോപ്സിയും ഇതും എല്ലാം നോക്കി. അങ്ങനെ ഹിഡ എന്ന് പറയുന്ന ഹിഡ സ്കാൻ എന്ന് പറയുന്ന സ്കാന് നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെയ്തു. അപ്പോൾ അത് മനസ്സിലാക്കിയത് ഏത് സീക്വൻഷ്യൽ ഇമേജ് സമയം കഴിഞ്ഞ് ഓരോ സമയം കഴിഞ്ഞിട്ട് സാധാരണ ലിവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഡക്റ്റ് ഓപ്പൺ ആണെങ്കിൽ ഡക്റ്റിൽ കൂടെ അത് ക്ലിയർ ചെയ്ത് റേഡിയോഐസോട്ടോപ്പിന്റെ പ്രസൻസ് കാണുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം that radioisotope agent is still remaining. നോക്കൂ, ഇംപ്രഷൻ വന്നത് ടോട്ടൽ ബിലിയറി അട്രീസിയ എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോ ഇത് നോക്കൂ, ടോട്ടൽ ബിലിയറി അട്രീസിയ. ഡോക്ടർ ശ്രീകുമാർ സാറാണ് അത് ചെയ്തത് ഇമേജിയോളജിയിലെ. അപ്പോൾ ബിലിയറി ട്രാക്ട് വിഷ്വലൈസ്ഡ് അല്ല, നോ എക്സ്ക്രീഷൻ ഓഫ് ദ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ ഏജന്റ് ഇൻ ടു ദ ഇൻഡസ്ട്രൈൻ. അപ്പോൾ സർജറി ചെയ്യുക എന്നുള്ളതാണ്. സർജറി കസായി എന്ന് പറയുന്നത് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്ന പോലത്തെ ഒരു സർജറിയാണ്. അതിന്റെ സക്സസ് റേറ്റും വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ഈ പിത്തദുഷ്ട അമൃത പീരു പടോലി നിംബചന്ദനം പാത്രീ കുമാരശ്ചപിപേ പാഥയിത്വാസ ശാരിപം എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ കഷായമായിട്ട് തയ്യാറാക്കി സ്റ്റെറൈലായിട്ടുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ട് എൻ്റെ PGs തന്നെയാണ് ആ കുട്ടിക്ക് വേണ്ടി മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് അതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വളരെ സക്സസ്ഫുള്ളി ഒരു വിത്തിൻ 10 days അവള് മഞ്ഞ കളറിലുള്ള മലം പാസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ കണ്ടു തുടങ്ങി. പക്ഷേ വി വെർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ഞങ്ങൾ എനിക്ക് അത് തന്നത് നമ്മുടെ പ്രിയങ്കരനായിരുന്ന നമ്മുടെ കണ്ണദാസ് സാറാണ് എനിക്ക് കേസ് റെഫർ ചെയ്ത് തന്നത്. സാറിന്റെ ഒപ്പീനിയന് വേണ്ടിയിട്ട് ആയുർവേദ കോളേജിൽ വന്ന കേസായിരുന്നു. സാർ അത് ഇപ്പൊ സാറ് ഞാൻ വേറൊരു കേസ് ഇതേപോലെ തൃപ്പൂണിത്തുറയായിരുന്നു ഇപ്പൊ ട്രീറ്റ് ചെയ്തത്. സാറിന് അറിയാവുന്നതുകൊണ്ട് സാർ ആ കേസ് എനിക്ക് വിട്ടതായിരുന്നു. അതിനെ സാറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു ലേറ്റർ സ്റ്റേജിൽ നമ്മൾ നിമ്പാതി കഷായം ഒക്കെ കൊടുക്കുന്ന സിറ്റുവേഷൻ വന്നു. നോക്കൂ, അങ്ങനെ ഡോക്ടർ അലക്സ് KT എന്ന് പറയുന്ന സാറ് അങ്ങനെ ഒരു ദിവസം ഈ മലം മഞ്ഞ കളറിൽ പോയിട്ടും എനിക്കൊരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഐ കണ്ടിന്യൂഡ് ദ മെഡിക്കേഷൻ ഫോർ അനദർ 3 months. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവർ വന്നപ്പോൾ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ സാറ് പറഞ്ഞു, അലക്സ് സാർ പറഞ്ഞു, ഗാൾ ബ്ലാഡർ ഈസ് വിഷ്വലൈസ്ഡ്. അതിൽ ഈ ഗാൾ ബ്ലാഡർ കാണുന്നുണ്ടെങ്കിൽ ഡക്റ്റിലൂടെ ബൈൽ വരുന്നുണ്ടാവും. പക്ഷേ ഡയഗ്നോസിസ് അപ്പോൾ കറക്റ്റ് ആയിരുന്നോ ഇല്ലയോ, ആകെ കൺഫ്യൂഷനായി. സാറ് പറഞ്ഞു പക്ഷേ ഹിഡ സ്കാൻ റിപ്പോർട്ട് കൺഫർമേറ്ററി ആണ്, അപ്പം there is a change and you please continue the medicine. അങ്ങനെ ഒരു 1 year 1 month 3 days വരെ ഞാൻ വെയിറ്റ് ചെയ്തു. Then I referred the case again to regional cancer center for doing this HIDA scan. അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ I was so happy that there is no evidence of biliary atresia. See, it is a palliative case. ഇതിന് അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ലാസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ അലിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്റ്റിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ കുട്ടിയെ ട്രാൻസ്പ്ലാന്റേഷൻ വരെ എത്തത്തില്ല, കുട്ടി അതിനു മുമ്പ് മരിച്ചു പോകും. കാര്യം ഒരു ഡോണർ ലിവർ കിട്ടാൻ അത്രയും ഡിലേ വന്നു, നിയർലി 9 months വന്നു. ഈ 9 months I was able to bring back the biliary radicals to the normal stage. പക്ഷേ there was a court involvement due to some family issues. Court involvement അനുസരിച്ചിട്ട് they were forced to go ahead with the transplantation surgery in Kim's Hospital. അപ്പോൾ ഇതൊരു പാലിയേറ്റീവ് സെഗ്മെന്റിലാണെങ്കിലും there are possibilities for a recovery. അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കേസ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും കാര്യങ്ങൾക്കിടയിൽ നമുക്ക് ഇനി വരുന്ന ഒരു ചാലഞ്ചിങ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന മറ്റൊരു കാര്യമാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഇൻ ചിൽഡ്രൻ. അതിലും ഈ പറഞ്ഞ ചില കേസസ് അസോസിയേറ്റഡ് വിത്ത് ബിഹേവിയറൽ ഇഷ്യൂസ് ഓർ സൈക്കാട്രിക് ഡിസ്റ്റർബൻസസ് ബിക്കംസ് എ മേജർ ചാലഞ്ച് ഫോർ ദ പീഡിയാട്രീഷ്യൻസ്, സൈക്കാട്രിസ്റ്റ് ആൻഡ് ബിഹേവിയർ പീഡിയാട്രീഷ്യൻസ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസസിലാണ്. അപ്പൊ അവിടെ ഇതെന്റെ ഒരു PhD സ്റ്റഡി ആയിരുന്നു. ഞാൻ അതിനകത്ത് ഒരു ന്യൂറോ സൈക്കോളജിക്കൽ പാരഡൈംസും പിന്നെ ഹീമോഡൈനാമിക് റെസ്പോൺസ് ഓഫ് ബ്രെയിൻ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫങ്ഷണൽ MRI, ഫങ്ഷണൽ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയും സെലക്ടഡ് സാമ്പിൾസിൽ ചെയ്തതിന്റെ ഒരു എവിഡൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്.
എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ഓൾ ദ തിങ്സ് പോസിബിൾ വിത്ത് ആയുർവേദ. അത്രയും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ദ മെറിറ്റ് ഓഫ് അനിൽകുമാർ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ബ്യൂട്ടി ഓഫ് ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. സി, ഇതിൽ ഫങ്ഷണൽ MRI ഇത് ഒരു കേസ് ഞാൻ ചെയ്തതിൽ ഒരു സിംഗിൾ കേസാണ്. അതിൽ ലാംഗ്വേജ് ഏരിയ മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. ശ്രീധരയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീ സെഷനിൽ വെറും യെല്ലോയിഷ് മാത്രമായിട്ട് കാണുന്നത് മിനിമം ലെവൽ ഓഫ് ആക്ടിവേഷൻ ആണ്. പക്ഷേ ഇൻ ദ പോസ്റ്റ് സെഷൻ ആഫ്റ്റർ 90 days ഓഫ് മെഡിക്കേഷൻ വിത്ത് ബ്രഹ്മികൃത, നമ്മുടെ മാർക്കറ്റ് സാമ്പിൾ അല്ല കേട്ടോ, നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നതായിരുന്നു. അത് ഉണ്ടാക്കിയ ഇഗ്നീഷൻ ആണ്. അത് തലയിലെ ഒരുപാട് ഏരിയാസിൽ ഹോൾ ബ്രെയിൻ ആക്ടിവേഷനും ലാംഗ്വേജ് ഏരിയ ആക്ടിവേഷനും ഗ്രോസ്ലി ഇംപ്രൂവ്ഡ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബ്രഹ്മികൃത which we are using for the same issue can be effectively utilized with more amount of output. ഇതിപ്പോ കേസ് 10 എന്ന് പറഞ്ഞ മേളിൽ കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട് ഇതിൽ. നമ്മൾ ഇതിനകത്ത് ആക്ടിവേഷൻ തോത് നോക്കിയാൽ ഈ സ്ലൈഡ്സ് ഞാൻ ഒരു കുഴപ്പമില്ല, ഞാൻ പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ശ്രീചിത്രയുടെ ഒരു കൺകറൻസിന് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ 2 സ്ലൈഡും ദയവേത് ആരും ഉപയോഗിക്കരുത്. കാരണം അത് ഞാനിങ്ങനെ ഇത്തരം കേസസ് പബ്ലിക്കേഷൻസിന് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അത് വയലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഐ എം ഷെയറിംഗ് ദിസ് ഫോർ ദ പ്രസന്റേഷൻ പർപ്പസ് അലോൺ. ഓക്കെ, നോക്കൂ, 33,518 ആയിരുന്നത് ദാറ്റ് ഈസ് ഇൻക്രീസ് 42,000. അപ്പൊ അത്രയും നമ്പർ ഓഫ് വോക്സൽസ്, ദ നമ്പർ ഓഫ് ഏരിയാസ് ഇൻ ദ ബ്രെയിൻ ഗോട്ട് എക്സൈറ്റഡ് ഓർ ആക്ടിവേറ്റഡ് ആഫ്റ്റർ ദിസ് പ്രൊസീജിയർ. ഇനി നമ്മളൊരു ടെർമിനൽ സ്റ്റേജ് കേസസ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ കേസസ് പറഞ്ഞല്ലോ, അതായത് മരണം അനിവാര്യമാണെന്ന് പറയുന്ന പോലെ ഒരു പ്രോട്ടീൻ ലൂസിങ് എൻട്രോപ്പതി, ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസീസ് ആണ്. ഇത് കേസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓവർ ദ ഫോൺ നമ്മളൊക്കെ എടുത്തു വെച്ചു. പക്ഷെ ദ പേഷ്യന്റ് ഗോട്ട് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ്. ഞാൻ ഇതുവരെ ഈ കുട്ടിയെ ഞാനോ എൻ്റെ PGസോ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ കോവിഡിന്റെ സമയത്തായിരുന്നു, കോവിഡിന്റെ ആ ഒരു പീരീഡിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്മൾ നടത്തിയിട്ട് കേസ് എല്ലാം എടുത്തു വെച്ചു. പക്ഷെ പേഷ്യന്റ് പിന്നെ അങ്ങോട്ട് റിപ്പീറ്റഡ് ഹോസ്പിറ്റലൈസേഷനും അത് കഴിഞ്ഞിട്ട് മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഈ ഒരു റെഫറൻസിനാണ്. ഒന്നത് ആർദ്രസന്താനത ത്യാഗ കായവാക് ചേതസാം ദമഃ സ്വാർത്ഥ ബുദ്ധി പരാർത്ഥേഷു പര്യാപ്തമിതി സത്വൃതം. അപ്പോൾ യഥാർത്ഥത്തിൽ സദ്വൃത്തം ആചരിക്കുന്ന ഒരു പാലിയേറ്റീവ് ഒരു ഡോക്ടർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പാലിയേറ്റീവ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യാനുള്ള അർഹതയുള്ളത് എന്നുള്ളതാണിത്. അതായത് പുതിയ ഒരു സാധനവും ഇൻവെന്റ് ചെയ്ത് ആയുർവേദ ബിഷപ്പുമാരെ കണ്ടെത്തേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. ഇഫ് യു ആർ കമ്മിറ്റഡ്, ഇഫ് യു ഹാവ് ദീസ് ക്വാളിറ്റീസ് ലൈക്ക് ആർദ്രസന്താനത ത്യാഗ കായവാക് ചേതസാം ദമഃ, ഒരു കൺട്രോൾ ഓവർ ദ ഫിസിക്കൽ മെന്റൽ ആൻഡ് ദ വെർബൽ ഡൊമൈൻസ്, അത് സ്വാർത്ഥ ബുദ്ധി പരാർത്ഥേഷു, അത് നിഷ്കാമമായി ആ കർമ്മം ചെയ്യാൻ കഴിയണം. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് ഇതിൽ ഞാനത്ര നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് പറയുന്നതിനേക്കാൾ അത് പറഞ്ഞാൽ അത് എനിക്ക് തന്നെ ചിലപ്പം തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം, ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക. ഐ ഡോണ്ട് ഹാവ് എനി ഈവനിങ് പ്രാക്ടീസ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊരു മോണിറ്ററി യാതൊരുവിധ കിട്ടുന്ന ശമ്പളത്തിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാൻ എൻ്റെ സേവനം കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പരിധിവരെ പറയാൻ പറ്റും, ഒരു 80 to 90% ഞാൻ ഈ പറയുന്ന സദ്വ്രതം ആചരിച്ചുകൊണ്ടാണ് എൻ്റെ പാലിയേറ്റീവ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനി എന്നെ കാണാൻ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവർത്തന രീതിയും എനിക്കുണ്ട്. സോ ഐ യൂഷ്വലി ട്രാവൽ അക്രോസ് Kerala to see cases. അപ്പോൾ ഇതില് is my humble request to all the medical officers to enrich your knowledge, skills, attitude and practice. ഇതെല്ലാം അനിൽകുമാറിന് ചെയ്യാൻ കഴിയുമെങ്കിൽ any Ayurvedic physician can do this with I'm sure that you will get a positive outcome, or you will become successful in handling any number of cases belonging to the palliative segment. Okay, so there is no situation where nothing can be done. There may be a limit to cure, but no limit to care. So take this as the motto and go ahead in your career for fulfilling all your dreams and wishes. Wish you all a wonderful professional and personal life. Thank you for your patient listening. താങ്ക് യു അനിൽ സാർ. ഒരു ഡൗട്ട് ക്ലിയറൻസിന് എന്തെങ്കിലും സമയം ഉണ്ടാവോ?
മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഡിസ്കഷനോ ഡൗട്ട് ക്ലിയറൻസിനോ സമയം ഉണ്ടാവോ? Any more questions? You have sufficient time to ask questions if you are interested. Otherwise, we can wind up the session. എല്ലാരും ഉറങ്ങിയാ? ശർമ്മ ഡോക്ടറാണ്. ശർമ്മ ഡോക്ടറെ. ക്വസ്റ്റ്യൻ അല്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ മോട്ടിവേറ്റഡ് ആകാവുന്ന തരത്തിലുള്ള ക്ലാസ് ആയിരുന്നു. ഈ ഒരു രംഗത്തേക്ക് കൂടുതൽ ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ക്ലാസ് ഉപകാരപ്പെട്ടു. അതോടൊപ്പം ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കാം. ഇന്ന് ഡൽഹിയിൽ നിന്ന് ആയുഷിന്റെ ഒരു വിഭാഗം. I just want to know the feedback of my presentation also, because it's a very vast area. We have so many measures to incorporate for the treatment aspect, but we don't have much time, because I need a minimum of 3 to 4 hours to deal with all these cases in detail. I'm so sorry, because within 1.5 hours we can I can do the justice only up to this level. അതെ കേൾക്കുന്നില്ല. ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇന്ന് ഡൽഹി ആയുഷിൽ നിന്നൊരു ടീം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ഥാപനം വിസിറ്റ് ചെയ്തിരുന്നു. അവർക്ക് ആവശ്യമുള്ളത് കേരളത്തിൽ. I have not used any rare medication. I follow Ashtanga Hridaya for almost all the purposes, and rarely I take references from the Malayalam text whenever needed. And of course, the scientific background mentioned in Charaka Samhita, Sushruta Samhita. So I always follow the text, and whatever is fruitful I will take. And I'm not a person who is prescribing huge doses of medicine. For kashaya preparations, I prefer only this Bhanda kashayas. Okay. Then regarding the other medications like ghee and all, so I usually prescribe only few drops initially, and I'll wait for, because our intention is to get the wonderful benefit of the digested ghee. If you are introducing 2.5 ml instead of 5 drops or 2 drops, definitely there will be a problem with the digestion and absorption of the medicated ghee, and you won't get the desired response. So my request to all of you to follow simple prescriptions, and even these simple, in all these cases I use simple medications which are available from the hospital pharmacy. Not used any rare medications. Only in that biliary atresia case I preferred that Pitta-Dushta Stanya Chikitsa. I have a reason for that. Those things we can discuss later, because time is not permitting. You have the freedom to contact me for further queries. In the first slide, I have given my email ID and the phone number. It's better you can send to my email for queries. And it's always an opportunity for all the medical officers in the field to do such interventions. Because my intention is not to make you aware about what are the possibilities in pediatric palliative care. My intention was to go into the intricate levels of pediatric cases. I started my presentation with so many negative cases, like those children who passed away due to so much of highly complicated issues. But those cases are still remaining in my mind, because they made a mark in my heart when they passed. Even I can see the face of that brain tumor case, the small baby, that 4-year-old girl.
So then also similar cases from another kwashiorkor case, sorry, a marasmus case from Tamil Nadu, Ajit. The family was suffering like anything because of the poverty. They were not able to give sufficient food and medication. So if I share all my experiences in the field of palliative medicine, that may long for even weeks. Okay. Nobody has any query. So I think we can wind it up. Sir, കേൾക്കാമോ? ഹലോ സർ, കേൾക്കാമോ? എനിക്ക് തോന്നുന്നു അനിൽ സാറിന് നമ്മൾ പറയണൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മി മാം, സാറിന് കേൾക്കുന്നില്ലേ നമ്മൾ പറയുന്നത്? ഇല്ല ലക്ഷ്മി കേൾക്കുന്നില്ല. അത് സാറിനെ വിളിച്ചെന്ന് പറഞ്ഞു. സാറിന്റെ മൈക്ക് മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. വിളിക്കാം. അല്ലല്ല, ഓഡിയോ വോളിയം കുറവാന്ന് തോന്നുന്നു. അതെ. now it's okay. I was not hearing actually. Sorry. നമസ്കാരം സർ, അനിൽ സാർ ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ ഓക്കെ ആണ്. എന്റെ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോന്നൊരു സംശയം. ഓക്കെ, പ്ലീസ് കണ്ടിന്യൂ. നമസ്കാരം സർ, ഞാൻ ഡോക്ടർ നിഷയാണ്. സാറിന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. ഇപ്പോ ആലപ്പുഴ ജില്ലയിൽ വർക്ക് ചെയ്യണ മെഡിക്കൽ ഓഫീസറാണ്. പാലിയേറ്റീവിന്റെ നോഡൽ ഓഫീസറാണ്. ശരിക്കും ഇത് ഒരു ഇൻസ്പയറിംഗ് സെഷൻ ആയിരുന്നു. കാരണം നമ്മളിപ്പം ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫീൽഡിൽ പോകുമ്പോൾ ഒരുപാട് കുട്ടികളുടെ കേസ് പാലിയേറ്റീവ് ഉണ്ട്. എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ പൊതുവേ പാലിയേറ്റീവ് അറിയുന്ന ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോ ഈ സെഷൻ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ കുറെ സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ ശരിക്കും എന്തൊക്കെയോ നമുക്ക് ഇനിയും ചെയ്യാനുണ്ടാവും എന്നുള്ളൊരു തോന്നലിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ ഈ ഒരൊറ്റ കേൾവി കൊണ്ട് നമുക്കാവൂല. ബട്ട് വി ആർ ഷുവർ സാറിന്റെ എപ്പോ വേണമെങ്കിലും സാറിനെ ഞങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതില് കുറെ നമുക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റും പാലിയേറ്റീവ് എന്നുള്ള ഒരു പ്രതീക്ഷ തരുന്നു. താങ്ക് യു ഫോർ ദി സെഷൻ സർ. താങ്ക് യു. ധർമ്മദ ഡോക്ടറാണേ. ഞാനും ഒരു കാര്യം പറഞ്ഞിരുന്നു, കേട്ടില്ല. ഒന്ന് പറഞ്ഞോളൂ. എനിക്ക് അതിന്റെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ മോട്ടിവേഷൻ നൽകുന്ന ഒരു സ്പീച്ച് ആയിരുന്നു ഇത്. നമ്മള് ഇപ്പൊ നിഷ ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോ മെഡിക്കൽ ഓഫീസർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനും ഒക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മളിപ്പോ ഫീൽഡിൽ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരം ഒരു ക്ലാസ് കൂടെ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്, ഇന്ന് പിന്നെ ആയുഷിന്റെ ഡൽഹി നിന്നൊരു ടീം അഡ്മിനിസ്ട്രേറ്റർ, അവിടെയുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ എന്റെ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. കൂട്ടത്തിൽ അവർ ഏതൊക്കെയോ സ്ഥാപനങ്ങൾ കൂടി സന്ദർശിക്കുന്നുണ്ട്, 3-4 സ്ഥാപനങ്ങൾ. അവർക്ക് ഏറ്റവും അറിയേണ്ടത് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന ആയുർവേദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിൽ നടക്കുന്ന ആയുർവേദ പ്രവർത്തനങ്ങളിൽ ആയുർവേദത്തിൻ്റെതായിട്ടുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പഠിച്ച് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അവരെയും കൂടി നമ്മൾ, അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതായി ഇനി നിൽക്കില്ല. ഈ പറയുന്ന അറിവുകളും ഈ പറയുന്ന മോട്ടിവേഷനും ഒക്കെ വെച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആയുർവേദ പ്രവർത്തനങ്ങളിലും പാലിയേറ്റീവ് കൂടി ഉൾപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അതിനുള്ള നമ്മൾ ആ രീതിയിൽ എക്യുപ്പഡാകുന്ന ഒരു സംവിധാനം ഉണ്ടായി വരാൻ പോകുന്നു. അതും കൂടി ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർ അറിയട്ടെ എന്ന് വിചാരിച്ച കാര്യം അതെന്നോടല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഇതൊരു നമ്മൾ നല്ല കളക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതില് എസ്പെഷ്യലി ഫ്രം പെരിഫറി നമ്മുടെ ISM, ഞാനത് പറഞ്ഞത്, ISM-ന് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കരമാണ്. അളവറ്റ സഹായവും ഒരുപാട് നല്ല സേവനവും കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവട്ടെ. കാര്യം ഇത് ആർക്കും ചെയ്യാം. ഇതിനകത്ത് ഒരു ഇതിലാകെ ഉള്ളത് നമ്മുടെ ആ ഒരു നോളജ് നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള അതിന് നമ്മൾ ആ നോളജ് എൻറിച്ച് ചെയ്യാൻ വേണ്ടുന്ന എഫേർട്സ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തൊരു ഉള്ളത്. അതിന്റെ ഭാഗമാണിത്. തീർച്ചയായിട്ടും നല്ലൊരു ആക്ടിവിറ്റിയാണ്. താങ്ക് യു. ലക്ഷ്മി പറഞ്ഞു.
സാർ എല്ലാ ഏരിയാസും ടച്ച് ചെയ്തിട്ടുള്ള ആദ്യം തുടക്കത്തിൽ നമുക്ക് ഒരു പാലിയേറ്റീവ് കെയർ കൺസെപ്റ്റും ഇൻട്രൊഡക്ഷനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാറിന്റെ എക്സ്പീരിയൻസ് ഒരു മടിയും കൂടാതെ എവിഡൻസോട് കൂടി ഷെയർ ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ മോട്ടിവേറ്റിംഗ് ആണ്. പക്ഷെ നിഷ ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിരായുധരാണോ എന്ന് തോന്നിപ്പോയി. ആദ്യം പറഞ്ഞ ആ ഒരു നോളജ് സ്കിൽ ആറ്റിറ്റ്യൂഡ്, അതില് ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പാലിയേറ്റീവിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത എല്ലാ ഡോക്ടർമാരും ഒരുപക്ഷെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ ഒരു ഇതിലെത്തിയിട്ടുണ്ടാവും, ആ ഒരു ലെവലിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്രസന്റേഷൻ കേട്ടപ്പോൾ നോളജും സ്കില്ലും നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ പ്രസന്റേഷൻ കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് മെഡിസിനെ പറ്റിയും അറിയാനുള്ള താല്പര്യം ഉണ്ടാവും. പക്ഷെ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പ്രൈമറി കെയറിന് പോകുമ്പോൾ കാണുന്ന കേസുകളിൽ ഇപ്പോൾ സാറ് പ്രസന്റ് ചെയ്തതെന്ന് മനസ്സിലായത് നമുക്കൊരു സെക്കൻഡറി കെയർ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആവശ്യമാണ് എല്ലാ കേസുകളിലും മിക്കവാറും. അപ്പോൾ പ്രൈമറിയിലുള്ളവരെ സെക്കൻഡറിക്ക് റെഫർ ചെയ്യാനും സെക്കൻഡറി യൂണിറ്റിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ തക്ക വിധത്തിൽ സ്കില്ലോടുകൂടി നമ്മൾ ഡെവലപ്പ് ആവേണ്ടതായ ആവശ്യമുണ്ട്. അപ്പൊ അതിന് സാറിനെ പോലെയുള്ളവരുടെ സഹായം വരുന്ന ആളുകളിലും ആവശ്യമാണ്. അപ്പോൾ വളരെ നല്ലൊരു പ്രസന്റേഷൻ, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എനിക്കറിയാം സാറിന് 8 മണിക്ക് വേറെ പ്രസന്റേഷൻ കയറേണ്ടതാണ്. അപ്പോൾ വളരെ തിരക്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ക്ലാസ് എടുക്കാൻ സന്മനസ് കാണിച്ച സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു എവരിവൺ. അതിന്റെ പേരല്ലേ സുജി ഡോക്ടറെ? ഓക്കെ, താങ്ക് യു. ഇത്രയും സമയം നമ്മളോടൊപ്പം ഇരുന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിലും നമ്മളെല്ലാം മോട്ടിവേറ്റ് ചെയ്തതിലും താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. വേറെ ഒന്നും ഇല്ലല്ലോ? വേറെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.